Hello dear students, very good evening to all. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാരത്തന്റെ തേർഡ് ഡേ ആണെന്ന് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. നമുക്കൊരു 1 or 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മീൻ വൈൽ നിങ്ങൾ ജസ്റ്റ് എന്റെ സൗണ്ട് ഓഡിബിൾ ആണോ, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ, അതേപോലെ എല്ലാം ഒന്ന് ഓക്കെ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങൾ ഓൾറെഡി സെഷനിലുള്ളവർ, സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്യാമോ? കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കമന്റ്സ് ആൻഡ് അപ്പോഴേക്കും ബാക്കി എല്ലാവരും ജോയിൻ ചെയ്യും. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് PM സെഷൻ വളരെ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കമന്റ്സ് ഗൈസ്. ഒന്ന് പറയണേ. ഓക്കെ, സോ ലാസ്റ്റ് 2 days നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ സി ആൻഡ് സെക്ഷൻ ഡി ഏരിയാസ് ആയിരുന്നു. CVP അനാലിസിസും ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസും ഒക്കെ അടങ്ങുന്ന ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സിന്റെ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അതിനുശേഷം സെക്ഷൻ ഡി ബജറ്റിംഗ് ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് രണ്ടും നിങ്ങൾക്ക് അത്യാവശ്യം, ബജറ്റിംഗ് മാത്രമല്ല വേരിയൻസ് ഒക്കെ ആയിട്ട് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഡേ 2 സെക്ഷൻ ഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ ഇ ഏരിയാസും അതേപോലെ PM നിങ്ങൾ എന്തായാലും എക്സാമിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് എക്സാം ടെക്നിക്സും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഐ ഹോപ്പ് ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. സോ ഗൈസ്, വൺസ് അഗെയിൻ warm welcome to Marathon Question Practice Session. As you all know, today is the last day of our PM Question Practice Session. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കുറച്ച് എക്സാം ടെക്നിക്കുകളൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾ PMന്റെ നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോയി കഴിഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവരുണ്ടാവാം, ഇനി അതല്ല ഒരു ആവറേജ് ലെവലിൽ പ്രിപ്പറേഷൻ പോകുന്നവരുണ്ടാവാം. ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മുടെ പാസിംഗ് ചാൻസസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സാം ടെക്നിക്സ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇന്നത്തെ സെഷന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ, അതായത് ഇപ്പോഴത്തെ ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് എക്സാം ടെക്നിക്സ് ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് PMന് നിങ്ങൾ എക്സാം ഹാളിൽ കയറി ചെന്നതിന് ശേഷം എക്സാം പേപ്പർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് അപ്ലൈ ചെയ്താൽ തന്നെ, ഈവൻ ദോ യുവർ നോളജ് ഇസ് നോട്ട് ദാറ്റ് പോളിഷ്ഡ്, നിങ്ങൾ അത്രയും പോളിഷ്ഡ് നോളജോ കാര്യങ്ങളോ പെർഫെക്റ്റ് നോളജോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മളുടെ പാസ് ആകാനുള്ള സാധ്യത, ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ കോമൺ ആയിട്ട് PMന് സ്റ്റുഡൻസ് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണ്, അല്ലെങ്കിൽ ഇനി സ്റ്റുഡൻസ് ഒരുപാട് പേര് 40s ഫെയിൽ ആവുന്ന ഒരു പേപ്പറാണ്. കമ്പയർഡ് ടു അതർ പേപ്പേഴ്സ് 49, 48 ഒരുപാട് പേരുടെ മാർക്സ് വന്ന് നിൽക്കാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ 40s വന്ന് നിൽക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഇനി എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ 40s വരില്ല, നമ്മൾ എന്തായാലും 50+ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട എക്സാം ടെക്നിക്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ്? എന്നിട്ട് ഞാൻ ഇവിടെ അല്ലെ 2 ഓപ്ഷനുള്ളൂ, പാസ് ഓർ ഫെയിൽ എന്നുള്ളത്. അതിൽ പാസ് എന്ന ഓപ്ഷൻ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ what are the exam techniques that I should follow? What are the things that I should keep in mind while writing exam? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ നമുക്ക് പെട്ടെന്ന് ഞാൻ എക്സാം സ്ട്രക്ചർ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡേയിൽ പറഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ എക്സാം സ്ട്രക്ചർ നിങ്ങൾ ഒന്ന് പെട്ടെന്ന് നോക്കിക്കോ. നമുക്കറിയാം സെക്ഷൻ എ MCQ ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. ഈ MCQs കൂടുതലും ചോദിക്കുന്നത് സെക്ഷൻ A and B നിന്നാണ്, പിന്നെ സാധ്യത സിയിൽ നിന്നാണ്. അതായത് നമ്മളുടെ ചാപ്റ്റർ നമ്പർ 1, 2, 3 and 4 ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ MCQസും ടെസ്റ്റഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയുള്ള 15 MCQs നിങ്ങൾക്ക് ഉണ്ടാവും. ഈച്ച് MCQ വർത്ത് 2 marks, അങ്ങനെ 30 marks. ഓക്കെ, ആ 30 marksൽ നമ്മളുടെ ടാർഗറ്റ് എത്രയാ നോക്കിയാൽ നിങ്ങൾ എല്ലാം നോക്കണ്ട. നമ്മുടെ MCQസിന്റെ കേസ് ഒന്ന് ആലോചിക്കുക. ടാർഗറ്റ് 30 മാർക്കിന്റെ MCQല് ഏകദേശം ഒരു പകുതിയെങ്കിലും ശരിയാവണം. 15 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 7 എണ്ണം എങ്കിലും ശരിയാവണം എന്ന രീതിയിൽ. ഓക്കെ, കാരണം ഈസി മാർക്സ് എന്തായാലും എടുക്കാൻ കഴിയും, പിന്നെ മീഡിയം മാർക്സിനോടും ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് ഒരു ടാർഗറ്റ് ഇനി മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കപ്ലാൻ റിവിഷൻ കിട്ടും, BPP കിട്ടൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 10 MCQs നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു 5 എണ്ണം എന്തായാലും എനിക്ക് ശരിയാക്കണം എന്ന ആറ്റിറ്റ്യൂഡോട് കൂടെ മാത്രം നിങ്ങൾ സെഷൻ, ആ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. ആൻഡ് അതിനുശേഷം സെക്ഷൻ B MCQs ആണ്. PM എന്ന പേപ്പറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുക ഒബ്വിയസ്ലി MTQs ആയിരിക്കും. കാരണം
ഒരു MTQ എന്ന് പറയുന്നതിന് 18 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു 10 മാർക്സ് അറ്റൻഡ് ചെയ്യേണ്ടത്. 18 മിനിറ്റ് എന്ന് പറയുന്ന സമയം ചിലപ്പോൾ മതിയാവാതെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. MTQസിന്റെ ഉള്ളിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ച് കോംപ്ലക്സ് ആണ്, നിങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആണ്, നിങ്ങൾ അത് ചെയ്തു വരുമ്പോഴേക്കും മേ ബി കുറച്ച് സമയം എടുത്തേക്കാം. അപ്പൊ അതൊക്കെ കൊണ്ട് പ്ലീസ് നല്ല രീതിയിൽ നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ MTQs ആണ്. നിർബന്ധമായിട്ടും എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ BPP റിവിഷൻ കിട്ടിലെയും അതേപോലെ കപ്ലാൻ റിവിഷൻ കിട്ടിലെയും MTQs എത്രത്തോളം ചെയ്യാൻ കഴിയുന്നു അത്രയും ചെയ്തിട്ട് മാത്രം പോവാം. ഓക്കെ, ഇവിടെ കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത് സെക്ഷൻ C ആൻഡ് D ഏരിയാസ് കേട്ടോ. നമ്മുടെ സിലബസിലെ സെക്ഷൻ CD, അതായത് CVP അനാലിസിസ്, ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസ് ഒക്കെ. ഫോർ എക്സാമ്പിൾ essay ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് പെർഫോമൻസ് മെഷർമെന്റിന്റെയും വേരിയൻസിന്റെയും ക്വസ്റ്റ്യൻ ആണെങ്കിൽ പെർഫോമൻസ് മെഷർമെന്റ് സെക്ഷൻ E ഏരിയ ആണ്, അതേപോലെ വേരിയൻസ് സെക്ഷൻ D ഏരിയ ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മളുടെ essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ MTQസിൽ 2 ക്വസ്റ്റ്യൻസ് എങ്കിലും CVP ഡിസിഷൻ മേക്കിംഗ് ഏരിയാസിൽ നിന്നൊക്കെ ആവാം. ഓക്കെ, അപ്പോ പിന്നെയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ MTQസിൽ ചോദിക്കാവുന്നതാണ്. ചാപ്റ്റർ നമ്പർ 4 ചോദിക്കാം. ചാപ്റ്റർ നമ്പർ 4 ഏതായിരുന്നു? ABC, ത്രൂപുട്ട്, ടാർഗറ്റ്, ലൈഫ് സൈക്കിൾ. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. FR പേപ്പറിലും FM പേപ്പറിലൊക്കെ പ്രെഡിക്ട് ചെയ്യുന്നത് പോലെ ഇതാണ് ഇവിടെ വരിക, ഇതാണ് ഇവിടെ വരിക എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അങ്ങനെ കറക്റ്റ്ലി പറയാൻ കഴിയില്ല. സെക്ഷൻ C essays, സെക്ഷൻ C essays ആണ്. 20 മാർക്സിന്റെ 2 essays ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അത് ചോദിക്കുന്നത് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും. ഏതൊക്കെ ഏരിയാസാ ഞാൻ പറഞ്ഞു? സെക്ഷൻ C ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സിൽ നിന്നോ, സെക്ഷൻ D ബജറ്റിംഗ്, വേരിയൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന ഏരിയയിൽ നിന്നോ, അല്ലെങ്കിൽ സെക്ഷൻ E പെർഫോമൻസ് മെഷർമെന്റ് ഏരിയയിൽ നിന്നോ ആയിരിക്കും നമ്മളുടെ essay ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ആ ഏരിയാസ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് സെക്ഷൻ C essay ആയിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണോ ഇവിടെ ചോദിക്കാത്തത് അത് ഏതൊക്കെയാ? ചാപ്റ്റർ നമ്പർ 4 ABC, ത്രൂപുട്ടിന്റെ കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നില്ല. അപ്പൊ അതെന്തായാലും ഇവിടെ ഉണ്ടാവും, MTQs ആയിട്ടുണ്ടാവും. പിന്നെയും 2 MTQs ഉണ്ട്. അതും ചിലപ്പോൾ ലൈഫ് സൈക്കിൾ ടാർഗറ്റിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഇനി ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് എസ്സേയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് വേരിയൻസ് ആയിരിക്കാം ചിലപ്പോൾ MTQ ആയിട്ട് ചോദിക്കുക. എന്തായാലും മനസ്സിലാക്കി വെക്കുക, എല്ലാ നോളജും എല്ലാ ചാപ്റ്റേഴ്സും PM എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് സ്കിപ്പ് എനി ഏരിയ ഓഫ് ദി സിലബസ്. കാരണം നമുക്കറിയില്ല എക്സാമിന് നമുക്ക് കിട്ടുന്ന സെറ്റ് ഏതായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ഏതായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ല, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട. നമുക്ക് 15 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, അല്ലെ? ചാപ്റ്ററിന്റെ നമ്പർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇറ്റ് ഈസ് പ്രിറ്റി ഗുഡ്. ഒരുപാട് ചാപ്റ്റേഴ്സിൽ FM-ലൊക്കെ 20+ ഉണ്ടായിരുന്നു, അത്രയൊന്നും ചാപ്റ്റേഴ്സ് ഇല്ലല്ലോ, കുറച്ച്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഒരു ഏരിയ പോലും സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ പഠിക്കൂ കേട്ടോ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ എക്സാം സ്ട്രക്ചർ. കമ്മിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്, PM എന്ന പേപ്പർ അല്ലെങ്കിൽ കോസ്റ്റിംഗ് പേപ്പർ ആണെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ട്സ് ആണല്ലോ എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തതായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫാക്കൽറ്റീസ് കൂടുതലും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക കാൽക്കുലേഷൻ ഏരിയാസ് ആയിരിക്കണം. CVP അനാലിസിസോ അല്ലെങ്കിൽ ഏത് ഏരിയാസ് ആണെങ്കിലും കൂടുതലും തിയറി ഏരിയാസ് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം PM-ൽ കാൽക്കുലേഷൻ ഏരിയാസ് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള സ്കെഡ്യൂൾ സമയത്ത് ഫാക്കൽറ്റീസ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഏരിയാസ് ആയിരിക്കാം. ഓക്കെ, ഇഫ് യു ആർ ഗുഡ് അറ്റ് തിയറി ദാറ്റ് ഇസ് എ വെരി ഗുഡ് തിങ് കേട്ടോ. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, പക്ഷെ മനസ്സിലാക്കാതെ ഒരു മിസ്കൺസെപ്ഷൻ മാത്രമാണ്. എക്സാമിന് എന്തായാലും 50% തിയറി ചോദിച്ചിട്ടുണ്ടാവും, ഉറപ്പാണത്. അത് MCQ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാ, റിവിഷൻ കിറ്റിലെ MCQ ആയിട്ട് പല തിയറി ഏരിയാസും നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത്, അല്ലെ? ചിലപ്പോൾ തിയറി പഠിച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് MCQസിലൊക്കെ തിയറി ചോദിക്കാം. OTQസിലും ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 1, 2, 3 കാൽക്കുലേഷൻ ആയിരിക്കും. 4-മത്തെയും 5-മത്തെയും ചോദ്യം എന്തായിരിക്കും? കാൽക്കുലേഷൻ പാർട്ട് ആയിരിക്കില്ല, തിയറി ഏരിയാസ് ആയിരിക്കും. സിമിലർലി essay ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാം ചെയ്ത essay ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. 20 മാർക്കിന്റെ ചോദ്യത്തിൽ 8, 10, 12 മാർക്കിന്റെ കാൽക്കുലേഷൻ, ബാക്കി 8, 10, 12 മാർക്സിന്റെ തിയറി ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. റൈറ്റ്? എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കണ്ടതല്ലേ? അപ്പൊ മനസ്സിലാക്കി വെക്കുക, 50 മാർക്ക് നമുക്ക് എക്സാം പാസ്സാവാൻ വേണ്ടത് 50 മാർക്കാണല്ലോ. ഞാൻ കാൽക്കുലേഷൻ മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾ എന്തായാലും ഫെയിൽ ആവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ബിക്കോസ് കാൽക്കുലേഷൻ 50 മാർക്സ് ആണ്.
ആ 50 മാർക്സ് എന്തായാലും കാൽക്കുലേഷൻ സെറ്റ് ആണ്, അത് മാത്രം ഫുള്ളി എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് അവിടെ പാസ്സാകത്തില്ല. അവിടെ ആയിരിക്കും സ്റ്റുഡൻസ് 40s ഫെയിൽ ആവുന്ന സിറ്റുവേഷൻ. എത്ര പെർഫെക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് തെറ്റ് പറ്റാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കാൽക്കുലേഷൻ മാത്രമല്ല, യു ഹാവ് ടു ഗീവ് സം ഇൻപുട്ട് ടു തിയറി ആസ് വെൽ. തിയറി ഇൻപുട്ട് കൊടുക്കുന്ന ലെവല്, എക്സാമിനറുടെ ലെവൽ ഓഫ് ഇൻപുട്ടിൽ തിയറി കൊടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ തന്നെ അന്തം വിട്ടിരുന്നിട്ടുണ്ട് എക്സാമിനറുടെ ആൻസേഴ്സ് കണ്ടിട്ട്. ബട്ട് ഫോർ ദ ലാസ്റ്റ് 2 days നമ്മൾ പ്രാക്ടീസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും, നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത 50ഓളം ചോദ്യങ്ങളിലും നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് 50 എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാ. ഓക്കെ, എക്സാമിനറുടെ ലെവലിൽ എനിക്ക് എഴുതാൻ കഴിയില്ല, പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്ന എന്റെ ഒരു ലെവലുണ്ട്. നമ്മുടെ ഒരു ലാംഗ്വേജ് അല്ലെ, ആ ഡെഫിഷ്യൻസീസും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മിനിമം ലെവലിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അതിന് എക്സാമിനർ മാർക്ക് തരും എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാ അല്ലെ. ഇന്നലെ എന്ന് മാത്രമല്ല, കഴിഞ്ഞ സെഷനിലൊക്കെ കണ്ടതാണ്. എല്ലാ ദിവസവും നമ്മൾ ഇത് തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊള്ളുക. തിയറിയാണ്, വയ്യ എനിക്ക് എഴുതാൻ വയ്യ എന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കരുത്. പഠിക്കുന്ന സമയത്തും തിയറി ആണല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 4-5 ദിവസം ഡെഡിക്കേറ്റ് ചെയ്യുക. തിയറി പഠിക്കുവാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ എന്തായാലും പഠിക്കാൻ കഴിയും. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെ വളച്ച് ചോദിച്ചാലും യു ക്യാൻ ഗീവ് ദ മിനിമം എമൗണ്ട് ഓഫ് തിയറി. അങ്ങനെ നമ്മളുടെ പാസിംഗ് ചാൻസ് കൂട്ടാൻ കഴിയും. സോ എക്സാമിന് ഒന്നുകൂടെ മനസ്സിലാക്കുക, 50% കാൽക്കുലേഷൻ, ബാക്കി 50% തിയറിയാണ്. ഓക്കെ, അപ്പൊ കാൽക്കുലേഷനിൽ നിന്ന് കൂടുതൽ മാർക്സ് എടുക്കാം, ബട്ട് വി നീഡ് സം എമൗണ്ട് ഓഫ് മാർക്സ് ഫ്രം ദ തിയറി ആസ് വെൽ ടു പാസ് ദ എക്സാംസ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നല്ല രീതിയിൽ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ടൈം എപ്പോഴും ഒരു ഇഷ്യൂ ആണ്. 36 മിനിറ്റ് കൊണ്ട് 20 മാർക്കിന്റെ ഒരു എസ് എ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത എല്ലാ ചോദ്യത്തിലും എക്സാമിനർ റിപ്പോർട്ട് എടുത്ത് വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, എക്സാമിനർ തന്നെ പറഞ്ഞിട്ടുള്ളതാ, കാൻഡിഡേറ്റ്സ് ഹാവ് പെർഫെക്റ്റ്ലി അറ്റൻഡഡ് ദ സെക്ഷൻ ആൻസർ എയും ബി ഒക്കെ അവർ നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യും. അത് കാൽക്കുലേഷൻ ഏരിയ ആണ്, അത് നല്ല സൂപ്പറായിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പോഴേക്കും അവരുടെ സമയം കഴിയും. ഒരു പെർഫെക്റ്റ് ആൻസറിലേക്ക് കൊടുക്കാൻ നിൽക്കുന്നത് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ടൈം കഴിഞ്ഞാൽ നമുക്ക് തിയറിയിലേക്ക് ഒട്ട് വായിച്ച് മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ അതിലേക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു ടൈം അവിടെ ഉണ്ടാവില്ല. ഒരിക്കലും തിയറി ക്വസ്റ്റ്യൻസിന് കൊടുക്കേണ്ട സമയം നിങ്ങൾ അല്ലെ അതെടുത്തിട്ട് കാൽക്കുലേഷൻ പാർട്ടിന് കൊടുക്കാൻ നിൽക്കരുത്. അപ്പൊ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ലെറ്റ് ഇറ്റ് ബി കാൽക്കുലേഷൻ, ലെറ്റ് ഇറ്റ് ബി തിയറി, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് മാക്സിമം സ്പെൻഡ് ചെയ്യാവുന്ന മിനിറ്റ്സ് എന്ന് പറയുന്നത് 1.7 മിനിറ്റ്സ് ആണ്. ഓക്കെ, അത് കുറച്ച് റിസർവ് ടൈമും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് 1.8 എന്ന് പറയാത്തത്. 1.7 മിനിറ്റ്സ് എന്ന് ഓർത്ത് വെച്ചോ. സോ വെനെവർ യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് MCQ സെഷൻസ് ഓർ MTQ സെഷൻ, എസ് എ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എന്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും അടുത്തൊരു ക്ലോക്ക് കൂടെ വെച്ചിട്ട് അതിൽ, അല്ലെങ്കിൽ ആ ഒരു വാച്ച് വെച്ചിട്ട് ആ ഒരു ടൈം നിങ്ങൾ കറക്റ്റ്ലി ട്രാക്ക് ചെയ്യുക. ഇത്ര സമയമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എക്സാമിന് തരുന്ന എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ 100% അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളുടെ പാസിംഗ് ചാൻസസും കൂടിയില്ലേ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങൾ മറ്റേതൊരു 80% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താ അത്യാവശ്യം എക്സാം കുഴപ്പമില്ലാണ്ടൊക്കെ എഴുതി, നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റി, പക്ഷെ എനിക്ക് അവസാനത്തെ ഒരു 10 മാർക്ക് ഞാൻ എഴുതിയില്ല, അല്ലെങ്കിൽ അവസാനത്തെ ഒരു 20 മാർക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല മര്യാദയ്ക്ക്, പക്ഷെ ബാക്കിയെല്ലാം ഞാൻ കിടിലനായിട്ട് എഴുതിയിട്ടുണ്ട്. തോൽക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്, ഫെയിലിയർ ചാൻസസ് അല്ലെ. നമുക്ക് 100ൽ നിന്ന് 50 കിട്ടാനാണോ എളുപ്പം, 80ൽ നിന്ന് 50 കിട്ടാനാണോ എളുപ്പം? എളുപ്പം എപ്പോഴും അല്ലെ ചാൻസസ് കൂട്ടുക എന്നുള്ളതാ. പാസിംഗ് ചാൻസസ് കൂട്ടണമെങ്കിൽ മനസ്സിലാക്കുക, യു ഗൈസ് ഹാവ് ടു അറ്റൻഡ് 100% ഓഫ് ദി എക്സാം. ഓക്കെ, നൗ നെക്സ്റ്റ് തിങ്, എക്സാമിന് ഹാളിൽ കയറി ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ പാനിക് ആയി പോകാറുണ്ട് പലപ്പോഴും. പല സ്റ്റുഡൻസും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ദേ മൈറ്റ് ബി സ്റ്റാർട്ടിങ് വിത്ത് MCQs. അപ്പൊ ആദ്യത്തെ MCQ കണ്ടു, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച സമയത്ത് ഓക്കെ, ഇത് ഹാർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇത് എനിക്ക് പറ്റുന്നില്ല, ഇത് ഹാർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കുഴപ്പമില്ല, നെക്സ്റ്റ് അടി, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യാണ്, നെക്സ്റ്റ് കൊടുത്തു, അടുത്ത MCQ തന്നു, അത് വായിച്ചപ്പോഴും തിയറിയാണ്, എന്തൊക്കെയോ നിങ്ങൾക്ക് അങ്ങ് ശരിയാവുന്നില്ല, നിങ്ങളൊരു എന്താണ് ആൻസർ കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ ഈസിലി ചൂസ് ചെയ്യാൻ കഴിയുന്നില്ല, അവിടെയും നമ്മൾ സ്റ്റക്ക് ആവാണ്. ഇവിടെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് അടിച്ച് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ 2 ഓൾറെഡി ഫ്ലാഗ് ചെയ്തു. ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് ആദ്യത്തെ ഒരു 3-4 ചോദ്യങ്ങൾ നെക്സ്റ്റ് അടിച്ചിട്ട് അതൊരു ഹാർഡ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാനിക് ആവുകയും ഇത് ഹാർഡ് മാർക്സ് ആയിരിക്കാം അത് അല്ലെ. എന്നിട്ട് ഈ ഒരു കോൺഫിഡൻസ് പോയി, അവിടെ തന്നെ ആദ്യത്തെ ഒരു 3 ചോദ്യങ്ങളിൽ ചിലപ്പോൾ കോൺഫിഡൻസ് പോയിട്ടുണ്ടാവാം. എന്നിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള മീഡിയം ലെവൽ ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസോ പോലും സ്റ്റുഡൻസ് തെറ്റിക്കാറുണ്ട്. സോ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോർ എ പേപ്പർ ലൈക്ക് PM. ആദ്യത്തെ ചോദ്യം ബുദ്ധിമുട്ടാണ്, ഓക്കെ, ഫ്ലാഗ് ചെയ്ത് വെച്ചോ, ഇത് ഹാർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അതുകൊണ്ടാണ്.
ഓക്കെ, എന്തായാലും ദർ വിൽ ബി ഈസി ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഏത് മോക്ക് എക്സാം വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ. നിങ്ങളുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ലോഗിൻ ചെയ്തിട്ട് PM-ലെ ഏത് സ്പെസിമെൻ എക്സാംസോ പ്രാക്ടീസ് എക്സാംസോ പാസ്റ്റ് എക്സാംസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കിക്കോ. അതിലെ 15 MCQ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിലി നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ കഴിയുന്ന 5 MCQs എന്തായാലും ഉണ്ടാവും. ദ സെയിം ഇസ് ഇൻ കേസ് ഓഫ് MTQs ആസ് വെൽ. MTQs എടുത്തു കഴിഞ്ഞാൽ 3 MTQs ഉണ്ട്. ഹോ, എല്ലാം പെട്ടു എന്ന് പറഞ്ഞിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ സൂപ്പർ ഹാർഡ് ആയിരിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അനദർ ക്വസ്റ്റ്യൻ വിൽ ബി സൂപ്പർ ഈസി. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ essay ക്വസ്റ്റ്യൻസ് ആയിരുന്നു. essay ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ എക്സാമിന് വന്നിട്ടുള്ളതിലെ അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യന്റെ ഒക്കെ കൂടെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോ, അത് എളുപ്പമായിരിക്കും. ഇപ്പൊ ബെല്ലാസ്റ്റൺ കമ്പനി ഒരുപാട് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് നെറ്റ് കമ്പനി ടൈം എടുത്ത് ക്രഷിന്റെ പ്രപ്പോസൽ ഇതിനെപ്പറ്റിയൊക്കെ വായിച്ച് മനസ്സിലാക്കി വന്നപ്പോഴേക്കും കുറെ സമയം പോയി. പക്ഷെ അതിന്റെ കൂടെ ചോദിച്ച പെർഫോമൻസ് മെഷർമെന്റിന്റെ ചോദ്യം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, സോ മനസ്സിലാക്കുക, വിച്ച് എവർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ദാറ്റ് യു ആർ ഗെറ്റിംഗ്, നിങ്ങൾ ഏത് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയാലും എനിക്ക് കിട്ടിയത് ഹാർഡാണ്, അവർക്കൊക്കെ എളുപ്പമാണ്, അങ്ങനെ ഒരു പരിപാടി ഇല്ല. പല സ്റ്റുഡൻസ് അത് പറയാറുണ്ട്. ആ സ്റ്റുഡൻസ് അത് പറയുന്നത് ജസ്റ്റ് essay ക്വസ്റ്റ്യൻസിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് പറയുന്നത്. essay ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു, സാറേ ട്രാൻസ്ഫർ പ്രൈസിങ്ങിന് ഒരു ക്വസ്റ്റ്യൻ വന്നു, സീൻ ക്വസ്റ്റ്യൻ ആയിരുന്നു, എനിക്കത് ഒട്ടും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല, രാവിലെ കയറിയാൽ മതിയായിരുന്നു, രാവിലെ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇഫ് യുവർ essay ക്വസ്റ്റ്യൻ വാസ് പ്രിറ്റി ബാഡ് ഫോർ യു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും MTQs ഈസി ആയിരിക്കും. നിങ്ങളുടെ പിയർ ഗ്രൂപ്പിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കിട്ടിയ MTQസിനേക്കാളും ഈസി ഉള്ള MTQs ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെയാണ് നമ്മളുടെ ഇത് AI ആണ് ഈ ക്വസ്റ്റ്യൻസ് പുഷ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ACCA തന്നെ സ്റ്റഡി ഹബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഓരോ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ റേറ്റ് ചെയ്യുന്ന ബട്ടണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്രയും ടെക്നോളജി ഓറിയന്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ഒരു റിസോഴ്സ് നമുക്ക് തരുന്നവര് ഇങ്ങനെയുള്ള ഒരു എക്സാം നടത്തുന്ന സമയത്ത് നിങ്ങൾ എന്താ വിചാരിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചോദ്യം മാത്രം, അല്ലെങ്കിൽ എക്സാമിന് ടഫ് ആക്കും, ഇങ്ങനെയുള്ള അനാവശ്യമായ റൂമേഴ്സ് ഒന്നുമില്ല. PM സെപ്റ്റംബറിൽ ടഫ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ PM-ന്റെ പാസ് റേറ്റ്സ് എടുത്ത് നോക്കൂ. ഗ്ലോബൽ പാസ് റേറ്റ്സ് നിങ്ങൾ കാണിച്ചു തരാം. 40% ഇത്തവണ, അടുത്ത വർഷം 41%, 42%, വീണ്ടും ബാക്ക് ടു 40%. അപ്പൊ ഇതെപ്പോഴും 40% എന്നുള്ളത് അല്ലാതെ ഒരു സെഷനിൽ, അങ്ങനെ ഒരു സെഷൻ എളുപ്പമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സെഷനിൽ 55%, 70% പാസ് റേറ്റ് വരുന്നില്ല? ഒരു സെഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തുകൊണ്ടാണ് 25% പാസ് റേറ്റ് വരുന്നില്ല? അങ്ങനെ ഒരു സംഭവം ഇല്ല. അതും ആദ്യം മനസ്സിലാക്കുക. 40% ആണ് പാസ് മാർക്ക്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻ സെറ്റ് ബുദ്ധിമുട്ടാണെങ്കിലും 40% ഓഫ് ദ ക്രീം ലെയർ വിൽ ഡെഫിനറ്റ്ലി ഗോയിങ് ടു പാസ്. അത്രയും ഹാർഡ് മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ലിബറൽ വാല്യുവേഷൻ ഉണ്ടാവും. ഓക്കെ, അതിന്റെ ഒരു കേസാണ് ഞാൻ ഇന്നലെയൊക്കെ കാണിച്ചു തന്നത്. തിയറി മാർക്സ് വളരെ ഈസി ആയിട്ടുണ്ടായിരുന്നു, തിയറിയിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ സമയമില്ലാതെ പോകും. മച്ച് ഇമ്പോർട്ടൻസ് ഇസ് ഫോർ എക്സാം ടെക്നിക്സ്. കേട്ടോ, എക്സാം ടെക്നിക്സ് 100% അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഉറപ്പായിട്ട് നമുക്ക് പാസ് ആവാനുള്ള ചാൻസസ് വളരെ വളരെ ഹൈ ആണ്. ഓക്കെ, സോ ഓൾവേസ് ചൂസ് ഈസി ക്വസ്റ്റ്യൻ. ഹാർഡ് അവിടെ ഫ്ലാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഞാൻ എന്റെ ഒരു സിറ്റുവേഷൻ പറയണം. ഞാൻ എന്റെ ACCയിൽ ആദ്യം എഴുതിയ പേപ്പർ PM പേപ്പറാണ്. അന്ന് PM എക്സാമിന് ഈ ഒരു റൂള് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ACCയുടെ പേപ്പേഴ്സ് ഒക്കെ ഇങ്ങനെയാണ്, എല്ലാം അറ്റൻഡ് ചെയ്യണം, അങ്ങനെ ഒരു റൂളൊന്നും അറിയാതെ ആയിരുന്നു ഞാൻ ACC എക്സാം എഴുതിയത്. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, PM പേപ്പർ ആണ്. അതിൽ ഞാൻ ഇതേപോലെ ബുദ്ധിമുട്ടുള്ളതൊക്കെ MCQs ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചു. ഇത് ലാസ്റ്റ് ചെയ്യാം. അന്ന് പേപ്പർ ബേസ്ഡ് എക്സാംസ് ആണ്. അപ്പൊ 6 MCQസോളം ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചു. ഇത് എനിക്ക് ലാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 6 MCQ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ ബാക്കി essay ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വന്നപ്പോഴേക്കും ഒരു essay ക്വസ്റ്റ്യൻ ഞാൻ സ്റ്റക്കായി. അത് വീണ്ടും റീറൈറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോഴാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ബാക്ക് സ്പേസ് അടിച്ച് അത് മുഴുവൻ പോയാലേ, ഇത് മുഴുവൻ വെട്ടിയിട്ട് അത് മൊത്തം റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ സമയം ബേസിക്കലി പോയി. പേപ്പർ ബേസ്ഡ് ആയപ്പോഴേക്കും അങ്ങനെയുള്ള ചാലഞ്ചസ് ഉണ്ടായിരുന്നത് കൊണ്ട് സമയം പോയി. എനിവേ അവസാനം essay എഴുതി തീരുന്ന പോയിന്റ് ആയപ്പോഴേക്കും പേപ്പർ അങ്ങ് വാങ്ങിക്കൊണ്ടുപോയി. ഈ പേപ്പർ കൊടുക്കുന്ന പോയിന്റിലാണ് നമ്മൾ റിയലൈസ് ചെയ്തത്, അയ്യോ MCQs ചെയ്തില്ല, 6 MCQs നമ്മൾ ചെയ്തില്ലല്ലോ, അല്ലെ? 12 മാർക്കാണ് അവിടെ, 12 MCQs ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പൊ അത് ആ ഒരു മിസ്റ്റേക്ക് അവിടെ റിയലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് കൊടുക്കുക ചെയ്തത്, അല്ലെ? എന്ത് മണ്ടത്തരമാണ് ചെയ്തത് ഇത്രയും, അല്ലെ? എന്തായാലും 100% പാസ് ആവണമെങ്കിൽ 100% ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലല്ലേ
പാസ്സാവാനുള്ള ചാൻസ് ഉള്ളൂ. എന്നിട്ട് എന്താ ഇപ്പൊ ചെയ്തേ? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ കറക്കി കുത്തുക. അങ്ങനെ നിങ്ങൾ കറക്കി കുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കറക്കി കുത്തുമ്പം നിങ്ങൾ ഏത് ഓപ്ഷനാണോ ചൂസ് ചെയ്യുന്നത് ആ ഓപ്ഷൻ തന്നെ നിങ്ങൾ ബാക്കി 6 കൊടുക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് 6 ക്വസ്റ്റ്യൻ അറിയത്തില്ലായിരുന്നു. അത് ഹാർഡ് മാർക്സ്, അതിലേക്ക് ഒന്നും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു നോളജ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഞാൻ എല്ലാത്തിനും ഓപ്ഷൻ സി കൊടുക്കുകയാണ്. സി 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 ഏതെങ്കിലും 1-2 ശരിയാക്കാം അല്ലെ? അവിടുന്നാണ് നമ്മൾ 48 52 എത്തുക, 48 50 എത്തുന്നൊക്കെ അവിടെ ആയിരിക്കാം. അപ്പൊ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് കോമൺ സെൻസ് ആണ്. അങ്ങനെയുള്ള കോമൺ സെൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാനൊക്കെ ചെയ്ത പോലെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോരുത്, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോരുത്. ഓക്കെ, കാരണം MCQ നെഗറ്റീവ് മാർക്കിങ്സ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് എന്തായാലും അവിടെ ഒരു ട്രൈ എടുക്കണ്ടായിരുന്നോ? ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ഗൈസ്, നൗ ensure you complete all the requirements even if you are not having a perfect answer. നിങ്ങൾ PM-ന്റെ essay ക്വസ്റ്റ്യൻ ഒക്കെ ഏത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ ഒരു 36 മിനിറ്റ്സ് കൊണ്ട് ഒരു 20 മാർക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താലും യു മെ നോട്ട് ബി ഏബിൾ ടു ക്രിയേറ്റ് എ പെർഫെക്റ്റ് ആൻസർ. നിങ്ങൾക്ക് അത്രയും ഒരു സൂപ്പർ പെർഫെക്റ്റ് ആൻസർ ചിലപ്പോൾ അന്ന് 36 മിനിറ്റ് കൊണ്ട് അപ്പോഴും ചിലപ്പോൾ പറ്റണമെന്നില്ല ഈ കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റ്യൻസിന്. അപ്പൊ പെർഫെക്റ്റ് ആൻസർ വേണ്ട എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതെനിക്ക് അറിയാം, ബ്രേക്ക് ഈവൻ എനിക്കറിയാം, അതുകൊണ്ട് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും കണ്ടെത്തട്ടെ, ഇത് കണ്ടെത്തിയിട്ടേ ഞാൻ മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന വാശി പിടിക്കരുത്. ഓക്കെ, ലെറ്റ് മീ കംപ്ലീറ്റ് ദ ഹോൾ പേപ്പർ ഫസ്റ്റ്. ആ ഒരു ധൈര്യം നിങ്ങൾ എന്തായാലും കാണിക്കണം. വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പെർഫെക്റ്റ് ആൻസർ അതെന്താന്ന് പറയാം, നമ്മൾ ഫോളോ ചെയ്ത ഒരു സിസ്റ്റം ഇത്രയും കാലം 18 വർഷത്തെ വിദ്യാഭ്യാസ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്തു എന്നൊരു കാര്യം അതാണ്. എക്സാമിനർ എന്തെങ്കിലും ചോദിച്ചു, ഡിഫൈൻ പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച് ടു ബജറ്റിംഗ് എന്ന് ചോദിക്കുമ്പോഴേ പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ചിങ് ടു ബജറ്റ് എന്താണ് എന്ന് എഴുതി. ഓക്കെ, വെയിറ്റ് എക്സാമിനർ എനിക്ക് ഇനി ബാക്കി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയാം, ഞാൻ അതും കൂടെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാമിനർ ചോദിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സിസ്റ്റം അല്ലെ. എന്നിട്ട് ഓക്കെ, ഞാൻ ഇത്ര എഴുതിയിട്ടോ, എനിക്ക് പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിങ്ങിനെ പറ്റി നല്ല രീതിയിൽ അറിയാൻ ഇപ്പൊ മനസ്സിലായില്ലേ, ഇനി ആ മാർക്സ് തന്നോളൂ. പാർട്ടിസിപ്പേറ്റീവ് ബഡ്ജറ്റിങ്ങിന്റെ ഡെഫിനേഷൻ ആണ് ചോദിച്ചതെങ്കിൽ അത് മാത്രം എഴുതേണ്ട കാര്യമുള്ളൂ, അവിടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു വന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ ഒരു പ്രോബ്ലം ഇൻഹിബിറ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇതിങ്ങനെ ചെയ്തു പോകും. അങ്ങനെ ഒരു കാര്യം ദയവ് ചെയ്ത് നിങ്ങൾ എക്സാമിന് ചെയ്യരുത്. വാട്ട് ഇസ് ബീങ് ആസ്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, എന്താണോ നമ്മളുടെ റിക്വയർമെന്റ് ആ റിക്വയർമെന്റ് മാത്രമേ നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യമുള്ളൂ. ആ റിക്വയർമെന്റ് അറിയില്ലെങ്കിൽ ഓക്കെ, അറിയാവുന്ന ഒരു മിനിമം ഇൻപുട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ജമ്പ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ ഒരിക്കലും ടൈം വേസ്റ്റ് ആവരുത്. നമ്മൾ എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു പെർഫെക്റ്റ് ആൻസർ ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു ഇൻപുട്ട് അവിടെ കിടക്കട്ടെ. ഈ ഒരു ധൈര്യം നിങ്ങൾ എന്തായാലും കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി പെർഫെക്റ്റ് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഇത് ഞാൻ തുടങ്ങിയ സമയത്ത് ഇത് ബ്രേക്ക് ഈവനായിരുന്നു ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് ഇതൊക്കെ എനിക്ക് അറിയാം, ഇതിന്ന് ചെയ്ത് വന്നിട്ട് എന്തോ ആൻസർ കിട്ടിയില്ല, അപ്പൊ അവിടെ സ്റ്റക്ക്. ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ടേ മുന്നോട്ട് പോകുള്ളൂ. നെവർ ഡു ദാറ്റ്. ജമ്പ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ അലോട്ട് ചെയ്ത സമയം കഴിഞ്ഞു. ഓക്കെ, സോ ജമ്പിങ് ഇൻ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ദെർ ആർ സം ഡൂസ് ആൻഡ് ഡോൺട്സ് അല്ലെ. ഒബ്വിയസ്ലി നമ്മളിപ്പോ ഇത്രയും നേരം നിങ്ങൾ ഇത് കേട്ടു, ഈ 3 ദിവസത്തെ സെഷനിലൊക്കെ നമ്മൾ പഠിച്ചു. എന്തായാലും തിയറി നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം എന്ന് കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഒക്കെ പറയുന്നുണ്ടാവാം അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത് കേട്ടുകൊണ്ടേയിരിക്കണം. ഓക്കെ, തിയറി നല്ല കിടിലായിട്ട് അറ്റൻഡ് ചെയ്യണം. ശരി, ഞാൻ തിയറി എഴുതണം. ഇനി തിയറി എഴുതുന്ന സമയത്തോ, ഇന്നലെ നമ്മൾ പാർട്ടിസിപ്പേറ്റീവിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ കാണിച്ച സമയത്ത് ഓരോ പാരഗ്രാഫ് ആയിട്ട് എഴുതണം എന്ന് പറഞ്ഞു. പറ്റുമെങ്കിൽ ഓരോ പാരഗ്രാഫിനും സബ് ഹെഡിങ്സ് കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചിലർ തിയറി എഴുതുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ പണ്ട് മലയാളത്തിലൊക്കെ എഴുതിക്കൊണ്ടിരുന്ന പോലെ അല്ലെ, 2 പുറം കവിയാതെ എഴുതുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് വലിച്ചു നീട്ടിങ് എഴുതുക. അതിൽ കൊള്ളിച്ച് പാരഗ്രാഫിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രസന്റേഷൻ ഇസ് സൂപ്പർ ഇമ്പോർട്ടന്റ് ബിക്കോസ് ദിസ് നമ്മൾ അടുത്ത ജമ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ പേപ്പറിലേക്കാണ്. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പൊ നമ്മൾക്ക് ഈവൻ ദോ നമുക്ക് നോളജ് ഒക്കെ കുറവാണെങ്കിലും നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് അതിൽ എന്തായാലും ശരിയാണെന്ന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ കൊടുത്തിട്ട് വേണം പാരഗ്രാഫ് പ്രസന്റ് ചെയ്യാൻ. വാട്ട് എവർ ബി ദ ഇൻപുട്ട്, എന്താണ് നിങ്ങൾ, അതായത് ഇതല്ല കേട്ടോ, ഇത് ബ്ലാ 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 എന്ന് എഴുതി വെക്കാന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് എന്ത് കൈൻഡ് ഓഫ് തിയറി ചോദിച്ചാലും ആ തിയറിയെ പറ്റി വെറുതെ ഇങ്ങനെ പാരഗ്രാഫ് ആക്കി വലിച്ചു നീട്ടി എഴുതാതെ എക്സാമിനർ ഒരു നിങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻ വായിക്കുന്നത് ഒരു ഹ്യൂമൻ ആണ് അല്ലെ, ഒരു മാർക്കർ അവിടെ ഉണ്ടാവും. നിങ്ങളുടെ MCQs MTQs വാല്യൂ ചെയ്യുന്നത് മെഷീൻസ് ആണ്, കമ്പ്യൂട്ടർ തന്നെയാണ് വാല്യൂ ചെയ്യുന്നത്. പക്ഷെ എസ്സേ ക്വസ്റ്റ്യൻ ഇസ് ദ ഓൺലി വേ വേർ യു ക്യാൻ പ്രസന്റ് യുവർ സെൽഫ് ടു ദ എക്സാമിനർ. ഹലോ സർ, ഞാൻ PM-ന്റെ എക്സാം ഒക്കെ എഴുതിയത് ഇങ്ങനെയാണ്, എസ്സേ ക്വസ്റ്റ്യനിൽ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതൊക്കെയാണ്, അതാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങളെ ജഡ്ജ് ചെയ്യാവുന്ന ഒരേ ഒരു ക്രൈറ്റീരിയ, ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ നോളജ്
ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രസന്റേഷനിൽ നിന്നാണ് നിങ്ങൾ എന്ന സ്റ്റുഡന്റിനെ എക്സാമിനർ മനസ്സിലാക്കുന്നത്. സോ ഷോ സം ഡിസിപ്ലിൻ ദർ. അവിടെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ കൊടുത്ത് പാരഗ്രാഫിൽ തന്നെ ആൻസർ പ്രസന്റ് ചെയ്യും. അതിനുശേഷമാണ് ആ നോളജ് ടെസ്റ്റിംഗിലേക്ക് വരിക. ഓക്കെ, സോ അതെന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക. ദെൻ ലിങ്കിങ് ആൻസേഴ്സ് വിൽ ഗീവ് മാർക്സ്. നമ്മൾ ഇവിടെ കാണുന്നത് പോലെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച് ടു ബജറ്റിംഗ് എന്ന ഡെഫിനിഷൻ മാത്രം എഴുതി വെക്കാതെ, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എഴുതാൻ പറയുമ്പോൾ അത് ഡയറക്ട്ലി ജമ്പ് ചെയ്യാതെ, യുമീ കമ്പനിയുടെ കേസിൽ ഇത് വരുന്ന അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജും എന്തായിരിക്കും എന്ന രീതിയിൽ എഴുതുക. ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സമയത്ത് കണ്ടതാണ്, ദ മാനേജർ ഹാസ് എക്സ്പ്രസ് ഹിസ് കൺസേൺസ് അബൌട്ട് ദ ന്യൂ കോമ്പറ്റീറ്റർ. അല്ലെ, ആ ഒരു കാര്യം നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ഇന്നലെ ഡിസ്അഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്തത്. അതേപോലെ ഇന്നലെ വാലറ്റ് കമ്പനിയുടെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് സ്ട്രാപ്പി എന്ന കൺട്രിയിൽ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന ഒരു കൺട്രിയാണ്. ആളുകളൊക്കെ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ കാർ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം 5 വർഷത്തോളം അവർ ഒരു കാർ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ആ കാറിന് ഫ്രീക്വന്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന തിയറി ഇത് ഒരിക്കലും ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടിയതല്ല. ഇത് ഞാനൊരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഓക്കെ ഇത് സിനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്ത സംഗതിയാണ്. കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 1 മാർക്കും സിനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്യുന്നതിനാണ് 1 മാർക്ക്. അങ്ങനെയാണ് ഒരു പാരഗ്രാഫിലെ 2 മാർക്സ് എന്നുള്ള റൂൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് മാർക്സ് നിങ്ങൾക്ക് വേണോ, ലുക്ക് അറ്റ് ദ സിനാരിയോ, ദർ വിൽ ബി ഡെഫിനറ്റ്ലി സംതിങ് യു കുഡ് റിലേറ്റ് ടു ദ റിക്വയർമെന്റ്സ്. അത് നിങ്ങൾ എന്തായാലും ചെയ്യൂ കേട്ടോ. ഓക്കെ, ഇനി ചിലര് എക്സാമിന്റെ സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു, ഓക്കെ ഇനി ഞാനിതൊന്ന് വായിച്ചു നോക്കട്ടെ, ഞാൻ ചെയ്തതൊക്കെ ശരിയല്ലേ. അങ്ങനെ ഒരു ഡബിൾ ചെക്കിങ്ങിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. ഇൻ കേസ് യു ഗൈസ് ഹാവ് മെയ്ഡ് സം മിസ്റ്റേക്ക്, എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് OFR റൂളിൽ മാർക്സ് കിട്ടിക്കോളും. ഓൺ ഫിഗർ റൂൾ പ്രകാരം നിങ്ങൾക്ക് വളരെ ചെറിയ മാർക്സ് മാത്രമേ അതിന് പോകത്തുള്ളൂ. അതിന് പകരം നമ്മളുടെ വാല്യുബിൾ ആയിട്ടുള്ള മിനിറ്റുകൾ, ചിലപ്പോൾ ഒരു 2-3 മിനിറ്റുകളായിരിക്കും നിങ്ങൾ ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡബിൾ ചെക്കിന് കളയുന്നത്. ആ 2-3 മിനിറ്റ് എന്ന് പറയുന്നത് 2 MCQന്റെ സമയമാണ്, 2 MCQ അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ്, മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്ലീസ് അങ്ങനെയുള്ള ഡബിൾ ചെക്കിങ്ങും കാര്യങ്ങളും പാടില്ല. കാരണം OFR റൂൾ വിൽ ഡെഫിനറ്റ്ലി ബി ഇൻ എഫക്ട്. ഓക്കെ, ഇനി നമ്മൾ ഇന്നലെ വാലറ്റ് കമ്പനിയുടെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് 1500 ആയിരുന്നു ബജറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആക്ച്വൽ ഡേറ്റയിൽ 1800 ആയി. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ബൈ ദിസ് മച്ച് പെർസെന്റേജ് എന്ന രീതിയിൽ പറഞ്ഞു. whenever you are about to write a theory, do this kind of percentage calculation. ഈ ചേഞ്ച് എത്രയാണ്, എത്രത്തോളം എന്റെ റവന്യൂ കൂടി, എത്രത്തോളം റവന്യൂ കുറഞ്ഞു, എത്രത്തോളം കോസ്റ്റ് കൂടി. കാരണം എന്തായാലും എസ്സേയിൽ ഒരു ക്വസ്റ്റ്യൻ പെർഫോമൻസ് മെഷർമെന്റ് ആയിരിക്കും. ആ പെർഫോമൻസ് മെഷർമെന്റിലെ പെർഫോമൻസ് മെഷർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യനിൽ ഡെഫിനറ്റ്ലി ഈ ഒരു നോളജ് നിങ്ങൾ, ഈ ഒരു മിനിമം ഗ്യാരണ്ടിക്ക് നമുക്കൊരു 2 മാർക്സ് കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പെർസെന്റേജ് കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു തിയറി ഇങ്ങനെ എഴുതി വരുന്ന സമയത്ത്, ഒരു ഡിസ്കഷൻ ഒക്കെ എഴുതി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സമ്മറി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, വീണ്ടും പറയുന്നത് ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, ബട്ട് എക്സാമിന്റെ മുന്നിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ ടൈം പെർമിറ്റ് ചെയ്താൽ മാത്രം യു ക്യാൻ ഇൻക്ലൂഡ് എ സമ്മറി. ഓക്കെ, സോ ദീസ് ആർ ദ എക്സാം ടെക്നിക്സ് ദാറ്റ് എവറി PM കാൻഡിഡേറ്റ് ഷുഡ് ഡെഫിനറ്റ്ലി ഫോളോ വിത്തൗട്ട് എനി ഫെയിൽ. എന്തായാലും നിങ്ങൾ PM എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട എക്സാം ടെക്നിക്സ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും റൂൾസ് ഒന്ന് നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റിപ്പോയി കഴിഞ്ഞാൽ, അല്ലെ നമുക്കറിയില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഫുൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അതൊക്കെ നമ്മളുടെ ഫെയിലിയറിന് ചാൻസസ് കൂട്ടുന്നതാണ്. സോ ഡു എൻഷുർ ദാറ്റ് യു ഫോളോ ഓൾ ദിസ് ടെക്നിക്സ് ഫോർ ദ എക്സാം. നോളജ് വൈസ് നമ്മൾ സൂപ്പർ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും എക്സാം ടെക്നിക്സിന്റെ ബലത്തിൽ നമുക്ക് പാസ്സാവാൻ കഴിയും. ഓക്കെ, സോ എക്സാം ടെക്നിക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ എന്നൊന്ന് കമന്റ് ചെയ്ത് എല്ലാവരും ജസ്റ്റ് ഒരു C എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മളുടെ ലൈവ് ചാറ്റിൽ നിങ്ങൾ C എന്നൊന്ന് കമന്റ് ചെയ്തേ. അതേപോലെ റെക്കോർഡിങ്സ് ആയിട്ട് കാണുന്ന ആളുകൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു കമന്റ് ഇട്ടോ, ഒരു പ്രശ്നമില്ല അല്ലെ. ഇതൊരു ഓൾ ഡേറ്റ് റെക്കോർഡിങ്സ് ആണെങ്കിൽ പോലും, ബട്ട് സ്റ്റിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ കാണുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു കമന്റ് ഇട്ടോളൂ കേട്ടോ. സോ ദീസ് ആർ ദ എക്സാം ടെക്നിക് ഗൈസ്. ഒന്ന് ക്ലിയർ ആണെങ്കിൽ ഒന്ന് C എന്ന് കമന്റ് ചെയ്യൂ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈസ്. ഓക്കെ, ഫൈൻ, ശരി, താങ്ക് യു. ഓക്കെ, നൗ സ്റ്റാർട്ടിംഗ് വിത്ത് അവർ സെക്ഷൻ E ക്വസ്റ്റ്യൻ, പെർഫോമൻസ് മെഷർമെന്റ് ഏരിയ. പെർഫോമൻസ് മെഷർമെന്റ് ഏരിയയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ
ലെൻസ് കമ്പനി. ക്വസ്റ്റ്യൻ നമ്പർ 326 ഇൻ കപ്ലാൻ റിവിഷൻ കിറ്റ്. ലെൻസ് കമ്പനി ഡിസംബർ 2016 വന്ന ക്വസ്റ്റ്യൻ ആണ്. 7 വർഷങ്ങൾക്ക് മുന്നേ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ലെൻസ് കമ്പനിയുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, പെർഫോമൻസ് മെഷർമെന്റിന് ഈ ഒരു ലെൻസ് കമ്പനിയുടെ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുന്നത് കൊണ്ട് ടു ബി ഫ്രാങ്ക് ഒന്നും ആവില്ല. ഓക്കെ, അപ്പൊ അയ്യോ അങ്ങനെ സാർ പറയല്ല സാർ. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നത് ഞാൻ ഇപ്പോഴേ പറയാം. വി വിൽ ബി റിലീസിംഗ് സൂപ്പർ 20 ക്വസ്റ്റ്യൻസ് ദാറ്റ് എവറി കാൻഡിഡേറ്റ് ഷുഡ് എൻഷുർ ദാറ്റ് ദേ ഹാവ് ഡൺ ദിസ് ക്വസ്റ്റ്യൻസ്. അത് നമ്മളൊരു മേ ബി വിത്തിൻ ഒരു 2-3 ഡേയ്സ് റിലീസ് ആവും. എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു സൂപ്പർ 20 ക്വസ്റ്റ്യൻസ് ഇൻ PM എന്നുള്ളത് റിലീസ് ചെയ്യും. അത് നമ്മളുടെ ഇലാൻസ് ACCA ട്യൂട്ടർ ക്ലബ് എന്നൊരു ചാനലുണ്ട്. അതൊരു റീസെന്റ് സ്റ്റാർട്ടഡ് ചാനലാണ്. നിങ്ങൾ ഒന്ന് ആ ഒരു ചാനലും കൂടെ പോയി നോക്കിയിട്ട് പറ്റുമെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാരണം ACC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ACC റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ലാസ്റ്റ് ഡേ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് SBL എന്ന പേപ്പറിൽ എങ്ങനെ പ്രൊഫഷണൽ മാർക്സ് ഏൺ ചെയ്യും. PM എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യേണ്ട എക്സാം ടിപ്സ് എന്തൊക്കെയാണ്, എക്സാം ടെക്നിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ PM നിർബന്ധമായിട്ടും മിനിമം ലെവലിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫിക്കലി ACC സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു പേജാണ്. സോ എന്തായാലും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഈവൻ ആഫ്റ്റർ നിങ്ങൾ സ്റ്റഡീസ് കഴിഞ്ഞാൽ പോലും ACC റിലേറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വരുന്ന ഒരു പേജാണ്. ഓക്കെ, അപ്പൊ അത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വീഡിയോസ് കാണാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ചാനലിൽ ഡെഫിനറ്റ്ലി റിലീസ് ചെയ്യുന്നുണ്ടാവും. PM എക്സാമിന്, മാർച്ചിലെ PM എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട സൂപ്പർ 20 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. അതെന്തായാലും ചെയ്യുക. അതിൽ അറൌണ്ട് ഒരു 50% ഓഫ് ദ ക്വസ്റ്റ്യൻസ് വുഡ് ബി ഫ്രം പെർഫോമൻസ് മെഷർമെന്റ് ഏരിയ. ഓക്കെ, നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ആ ഒരു റിലീസ് ചെയ്യാൻ പോകുന്ന 20 ചോദ്യങ്ങളെ ഏകദേശം ഒരു 10 ചോദ്യങ്ങളോളം വരുന്നത് പെർഫോമൻസ് മെഷർമെന്റ് ഏരിയയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ ഒരു ഏരിയ നല്ല സ്ട്രോങ് ആക്കുക. അതിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ് ഇന്നിപ്പോ നമ്മൾ ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് ലെൻസ് കമ്പനി. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സമയം ഒട്ടും കളയുന്നില്ല. ലെൻസ് കമ്പനിയുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് റിക്വയർമെന്റ് വായിക്കാം. 4 റിക്വയർമെന്റുകൾ നമ്മളോട് പറയുന്നുണ്ട്. ഫസ്റ്റ് റിക്വയർമെന്റ്, കാൽക്കുലേറ്റ് ROI ഫോർ ഈച്ച് ഡിവിഷൻ ഫോർ ദ ഇയർ എൻഡഡ് 30th November 2016, ensuring that the basis of calculation makes it a suitable measure for assessing the divisional manager's performance. 6 mark. സോ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോലെ നമുക്ക് ആ ഒരു വേർബ് ഒന്ന് ശ്രദ്ധിച്ച, കാൽക്കുലേഷൻ ഇസ് ദ വേർബ്. ROI ആണ് കണ്ടെത്താൻ പറയുന്നത്. ഒരു ഡിവിഷന്റെ മാത്രമല്ലേ, നമുക്ക് എത്ര ഡിവിഷൻ ഉണ്ടെന്നുള്ളത് ക്വസ്റ്റ്യൻ വായിച്ചാലേ നമുക്ക് അറിയത്തുള്ളൂ. ഫോർ ഈച്ച് ഡിവിഷൻ, ഓക്കെ, പാസ്റ്റ് ഇയർ ഒന്നും അല്ല, ഫോർ ദ ഇയർ എൻഡഡ്, ഈ ഒരു പീരീഡിലെ മാത്രം മതി. എൻഷുറിംഗ് ദാറ്റ്, എന്താ എൻഷുർ ചെയ്യേണ്ടത്? ബേസിസ് ഓഫ് കാൽക്കുലേഷൻ മേക്സ് ഇറ്റ് സ്യൂട്ടബിൾ മെഷർ. നമ്മൾ ROI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ROI ഇക്വേഷൻ എന്തായിരുന്നു? ROI is equal to കൺട്രോളബിൾ പ്രോഫിറ്റ് ബൈ കൺട്രോളബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? അല്ലെ, അതല്ലേ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ നമ്മൾ എടുക്കേണ്ട കൺട്രോളബിൾ പ്രോഫിറ്റും കൺട്രോൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഒരു സ്യൂട്ടബിൾ മെഷറിൽ എടുത്താലേ നമുക്ക് ഒരു പെർഫോമൻസ് മെഷർമെന്റ് ടൂൾ ആയിട്ട് ROI ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ROI കാൽക്കുലേഷൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ 6 മാർക്കാണ് കാൽക്കുലേഷൻ മാർക്ക്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഓക്കെ, Lens company manufactures lenses for use by a wide range of commercial customers. The company has 2 divisions, P and O. ഇപ്പൊ ലെൻസ് കമ്പനിയെ സംബന്ധിച്ച് 2 ഡിവിഷനാണ് നമുക്കുള്ളത്. ഒന്ന് ഫോട്ടോഗ്രാഫിക് ഡിവിഷനും ഒന്ന് ഓപ്റ്റോമെട്രി ഡിവിഷനുമാണ്. ഓക്കെ, ഈച്ച് ഓഫ് ദ ഡിവിഷൻ is run by a divisional manager who has overall responsibility for all aspects of running their division, and the divisions are currently treated as investment centers. എന്തായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. If the divisional manager who is running the division has the power over profit, has the control over profit, അതേപോലെ പ്രോഫിറ്റിൽ കൺട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ റവന്യൂസിലും കോസ്റ്റിലും കൺട്രോൾ ഉണ്ടാവും. അതിന്റെ കൂടെ അയാൾക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാനുള്ള ഒരു അതോറിറ്റി ഉണ്ട്, ആ ഒരു പവർ കൂടി ഉണ്ടെങ്കിലാണ് അങ്ങനെയുള്ള ഡിവിഷൻസിനെ നമ്മൾ വിളിക്കുന്നതായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് എന്നുള്ളത്. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ ഡിവിഷൻ P എന്നുള്ളതും O എന്നുള്ളതും കറന്റ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈച്ച് മാനേജർ however has an authorization limit of 15,000 per item for capital expenditure, and any items costing more than this must first be approved from the head office. അതായത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ഒക്കെയാണ് നമ്മളുടെ ഡിവിഷൻ, ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ഒക്കെ ആണെങ്കിലും ഡിവിഷണൽ മാനേജറായ എനിക്ക് ഫോർ എക്സാമ്പിൾ
ഈ ഒരു ഡിവിഷൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ $15,000 മുകളിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിന് ഞാൻ ഹെഡ് ഓഫീസിനെ വിളിച്ചിട്ട് അല്ലെ ഒരു അപ്രൂവൽ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ പറയാണ്. ഓക്കെ ഫൈൻ, അങ്ങനെ ഒരു നമ്മളുടെ കമ്പനിയുടെ ഒരു കണ്ടീഷൻ ആണ്, അങ്ങനെ ഒരു പോളിസി വെച്ചിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഡ്യൂറിംഗ് ദ ഇയർ head office made a decision to sell a large amount of equipment in division P and replace it with a more technologically advanced equipment. ഹെഡ് ഓഫീസ് എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ് ഡിവിഷൻ പിയിലെ ഫോട്ടോഗ്രാഫിക് ഡിവിഷനിലെ വലിയൊരു എമൗണ്ട്, അതായത് വില കൂടിയ ഒരു എക്യുപ്മെന്റ്, ഒരു മെഷീനറി നമ്മൾ വിറ്റിട്ട് കുറച്ചും കൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനറി നമ്മൾ വെക്കാമെന്ന് തീരുമാനിക്കുകയാണ്. നമ്മളല്ല തീരുമാനിക്കുന്നത്, ഞാൻ എന്ന ഡിവിഷണൽ മാനേജർ അല്ല തീരുമാനിക്കുന്നത്. ഹെഡ് ഓഫീസ് ഈസ് ദ വൺ ഹു ഇസ് ടേക്കിംഗ് ദിസ് ഡിസിഷൻ. ഇറ്റ് ഓൾസോ ഡിസൈഡഡ് ടു ക്ലോസ് വൺ ഓഫ് ദ ഡിവിഷൻ ഓസ് ഫാക്ടറി. അല്ലെ, ഫോട്ടോഗ്രാഫിക് ഡിവിഷൻ ഉണ്ട്, ഒപ്റ്റോമെട്രി ഉണ്ട്. ഈ ഒപ്റ്റോമെട്രി ഡിവിഷൻ എന്ന് പറയുമ്പോൾ അതും ഗ്ലോബലായിട്ട് പലയിടത്തും ഉള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഡിവിഷൻ. അവിടെ എന്താ പറയുന്നത്, ഡിവിഷൻ ഒയുടെ ഒരു ഫാക്ടറി ഉണ്ട്. എവിടെയാ? ഇൻ എ കൺട്രി ഡീം ടു ബി പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ വിത്ത് ദി ഇന്റൻഷൻ ഓഫ് ഓപ്പണിംഗ് എ ന്യൂ ഫാക്ടറി എൽസ്വെയർ ഇൻ ദ ഫോളോയിങ് ഇയർ. അപ്പൊ ഡിവിഷൻ ഒയുടെ ഫാക്ടറീസ് ചിലപ്പോൾ പല കൺട്രീസിൽ ഉണ്ടാവാം. ഒരു പെർട്ടിക്കുലർ കൺട്രിയിലുള്ള ഡിവിഷൻ ഒയുടെ ഫാക്ടറി ഒരു ക്ലോസ് ചെയ്യാണ്, ഷട്ട് ഡൗൺ ചെയ്യാണ്. എന്ത് ഇന്റൻഷനില്ല? ഈ കൺട്രിയിൽ ബിസിനസ് ചെയ്യാൻ ചിലപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് സിനാരിയോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ ചിലപ്പോൾ യുദ്ധം നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വാട്ടെവർ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് അഫ്ഗാനിസ്ഥാന്റെ കേസിലൊക്കെ പറയാം, അല്ലെ, അല്ലെങ്കിൽ ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന റഷ്യ യുക്രൈൻ ആ ഒരു സമയത്തെ സിറ്റുവേഷൻ ഒക്കെ പറയാം. തൽക്കാലം നമുക്ക് ഇവിടുത്തെ ഫാക്ടറി അടച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു ഫാക്ടറി പകരം ഓപ്പൺ ചെയ്യാം എന്നൊരു ഡിസിഷനും ഹെഡ് ഓഫീസ് എടുക്കുകയാണ്. ബോത്ത് ഡിവിഷൻ ട്രേഡ് വിത്ത് ഓവർസീസ് കസ്റ്റമേഴ്സ്, ചൂസിംഗ് ടു പ്രൊവൈഡ് ദീസ് കസ്റ്റമേഴ്സ് വിത്ത് 60 days ക്രെഡിറ്റ് ടു എൻകറേജ് സെയിൽസ്. നമ്മളുടെ കസ്റ്റമേഴ്സിന് ഈ രണ്ട് ഡിവിഷനും 60 days ആണ് ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുന്നത്. ഡ്യൂ ടു ഡിഫറൻസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്, കസ്റ്റമേഴ്സ് പല കൺട്രീസിലായതുകൊണ്ട് ഒപ്റ്റോമെട്രി ഡിവിഷൻ ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫിക് ഡിവിഷൻ ആയിക്കോട്ടെ, പി ആണെങ്കിലും ഒ ആണെങ്കിലും ഈ കസ്റ്റമേഴ്സ് പല കൺട്രീസിലുള്ളത് കൊണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ്, അത് ഗെയിൻ ആയിരിക്കാം ലോസ് ആയിരിക്കാം, നമുക്ക് സംഭവിക്കാറുണ്ട്. അല്ലെ, നമ്മളാണെങ്കിലും ഒരു ഫോറിൻ കൺട്രി ആയിട്ട് നിങ്ങൾ ഒരു പേയ്മെന്റിൽ ഏർപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു റെസീറ്റിൽ ഏർപ്പെടുകയാണ്. സേ ഫോർ എക്സാമ്പിൾ ACCAക്ക് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെ, നമ്മൾ അവിടെ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പേയ്മെന്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം, കുറവ് പേയ്മെന്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ഗെയിൻസ് ഓർ ലോസസ് മേ occur ഡ്യൂ ടു എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ്. പിന്നെ തന്നിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഡാറ്റയാണ്. ഫൈനാൻഷ്യൽ ഡാറ്റയെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോണ്ട് സ്കാൻ ടു മച്ച്. ഇങ്ങനെ ഒരു സിനാരിയോ കാണുന്ന സമയത്ത് ഇതിലുള്ള ഓരോ നമ്പേഴ്സും കൂടുതലായിട്ട് എടുത്തിട്ട് എന്താ പറയുക, ഒരു മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ നിൽക്കണ്ട. പകരം ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്യാന്ന് പറയും. സ്കിം ചെയ്യുന്ന ഓവറോൾ ഇത് എന്തൊക്കെയാ തന്നിരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ നോക്കൂല നമ്മള്, അല്ലെ. റവന്യൂ തന്നിട്ടുണ്ട്, ഗെയിൻ ഓൺ സെയിൽ ഓഫ് എക്യുപ്മെന്റ്. ഡിവിഷൻ പിയിലാണ് അങ്ങനെ ഒരു ഗെയിൻ വന്നിട്ടുള്ളത്. ഡിവിഷൻ പിയിലാണെന്ന് പറയുമ്പോൾ ഡിവിഷൻ പിയിലെ ഒരു എക്യുപ്മെന്റ് നമ്മൾ വിൽക്കുന്നുണ്ടല്ലോ, അല്ലെ, റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതായിരിക്കാം ചിലപ്പോൾ ലേബർ, മെറ്റീരിയൽ, ഓവർ ഹെഡ്സ് ഒക്കെ അതേപോലെ തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ആസ്ട്രിക് മാർക്ക് ഇട്ടിട്ടുണ്ട്, അല്ലെ, ഒരു സ്റ്റാർ മാർക്ക് ഉണ്ടോ? എന്താണ്? ഡിപ്രിസിയേഷൻ ഓൺ അൺകൺട്രോളബിൾ അസറ്റ് ഇൻക്ലൂഡഡ് ഇൻ ഡിവിഷണൽ ഓവർ ഹെഡ്. ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിവിഷണൽ ഓവർ ഹെഡിൽ എന്തും ഇൻക്ലൂഡഡ് ആണ്, ഡിപ്രിസിയേഷൻ എമൗണ്ട് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതും എന്ത് ഡിപ്രിസിയേഷൻ ആണെന്ന് നോക്കൂ, അൺകൺട്രോളബിൾ അസറ്റ്സിനുള്ള അല്ലെ ഡിപ്രിസിയേഷൻ ഇൻവോൾവ് ആണെന്ന് ഒക്കെ പറയുന്നുണ്ട്. അതൊരു നോട്ടായിട്ട് പറയുന്നുണ്ട്. ദെൻ ട്രേഡിംഗ് പ്രോഫിറ്റ്, എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസസ്, എക്സെപ്ഷണൽ കോസ്റ്റ് ഫോർ ഫാക്ടറി ക്ലോസർ. ഫാക്ടറി ക്ലോസ് ചെയ്തത് ഡിവിഷൻ ഒയുടെയാണ്, അതുകൊണ്ട് അവിടെ വന്ന കോസ്റ്റും ദെൻ ഹെഡ് ഓഫീസിൽ നിന്ന് അലോക്കേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോൺ കറന്റ് അസറ്റ്സ് കൺട്രോൾ ബൈ ഡിവിഷൻ, ഡിവിഷന് കൺട്രോൾ ഉള്ള അസറ്റുകളും ഹെഡ് ഓഫീസിന് കൺട്രോൾ ഉള്ള അസറ്റും സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഓൾ അതർ കറന്റ് അസറ്റ്സ്, കറന്റ് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. ഡിവിഷൻ ഒക്ക് ഓവർ ഡ്രാഫ്റ്റ് ഇല്ല, ക്യാഷ് പൊസിഷൻ കുറച്ചുകൂടെ സേഫ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്. To date, managers have always been paid a bonus based on ROI achieved by their division. ആ ഡിവിഷൻ അച്ചീവ് ചെയ്ത ROIയുടെ അടിസ്ഥാനത്തിലാണ് മാനേജേഴ്സിന് പേയ്മെന്റ് കിട്ടിക്കൊണ്ടിരുന്നത്. However, the company currently considers residual income as their new performance measurement method. RI എന്നുള്ളതായിരിക്കും ഒരു ബെറ്റർ മെത്തേഡ് എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം വന്നിരിക്കുകയാണ് കമ്പനി കൺസിഡർ ചെയ്യാൻ. അത് റെസിജ്വൽ ഇൻകം, അതിനെപ്പറ്റിയൊക്കെ ആയിരിക്കാം ബാക്കി കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എനിവേ, നമ്മൾക്ക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാ, അല്ലെ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്തൊക്കെ ചെയ്യണം പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ?
നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യാണ് അല്ലെ. എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ROI യുടെ കാൽക്കുലേഷൻ ആയിരുന്നു റിക്വയർമെന്റ്. ROI യുടെ കാൽക്കുലേഷൻ. സോ ലെൻസ് കമ്പനി ഫസ്റ്റ് എ എന്ന പാർട്ട് നമ്മൾ ഇവിടെ ആൻസർ ചെയ്യാണ്. കാൽക്കുലേഷൻ ഓഫ് ROI ഫോർ ദ പീരിയഡ് എൻഡഡ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാൽക്കുലേഷൻ ഓഫ് ROI, അത് കാരണം എക്സാമിനർക്ക് അത് മനസ്സിലാവും. ROI ആണ്. ഏതൊക്കെയാണ് ഡിവിഷൻ, രണ്ട് ഡിവിഷനെയും ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എളുപ്പ വഴിയുള്ളത് ഡിവിഷൻ P ആൻഡ് ഡിവിഷൻ O എന്നുള്ളത് ഒന്നിച്ച് തന്നെ ചെയ്യാം അല്ലെ. ഇതൊക്കെയാണ് ആ ഒരു കോമൺ സെൻസ് പാർട്ടിൽ വരുന്ന കാര്യം കേട്ടോ. നിങ്ങൾ ROI കണ്ടെത്താം. ഓക്കെ, ആദ്യം P യുടെ ROI കണ്ടെത്താന്ന് പറഞ്ഞാൽ P മുഴുവൻ ചെയ്തിട്ട് വീണ്ടും മൾട്ടിപ്പിൾ ആയിട്ട് റൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരണ്ടല്ലോ അല്ലെ. POയും കൂടെ വേണമെങ്കിൽ ഒന്നിച്ച് കണ്ടെത്തുക, കാരണം ഇത് രണ്ടും സെയിം റിക്വയർമെന്റിലുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, ഇനി ROI കാൽക്കുലേഷൻ. ഈ ROI കാൽക്കുലേഷന്റെ ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മുന്നേ ഒന്ന് എഴുതി വെക്കാം. ROI ഈസ് ഈക്വൽ ടു, ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാമോ ROI യുടെ ഇക്വേഷൻ എന്താണെന്നുള്ളത്? റെക്കോർഡിങ്സ് കേട്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്തേ. ROI യുടെ ഇക്വേഷൻ, ROI യുടെ ഇക്വേഷൻ പറഞ്ഞേ. ROI ഈസ് ഈക്വൽ ടു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഓൾറെഡി ഈ സെഷന്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്നാ പറഞ്ഞേ. ROI ഈസ് ഈക്വൽ ടു, വെരി ഗുഡ്, ആൻസേഴ്സ് ആർ ഇൻകമിങ് അല്ലെ. എന്താ ചെയ്യണ്ടേ? വെരി ഗുഡ്, കൺട്രോളബിൾ പ്രോഫിറ്റ് ബൈ കൺട്രോളബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ കൺട്രോളബിൾ പ്രോഫിറ്റ് കാര്യങ്ങളും കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പോലെ തന്നെ കൺട്രോൾ പ്രോഫിറ്റ് ഡയറക്ട്ലി നമുക്ക് ഇതിൽ നിന്നൊരു ഫിഗർ നെറ്റ് ഡിവിഷണൽ പ്രോഫിറ്റ് എന്നുള്ളത് എടുക്കാൻ കഴിയണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതില് ഹെഡ് ഓഫീസ് ഇടപെട്ട നമുക്ക് കൺട്രോളിലുള്ള പ്രോഫിറ്റ് എടുക്കണ്ടേ. ഇവിടെ നമുക്ക് കൺട്രോളിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ല ഈ ഒരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കൺട്രോൾ പ്രോഫിറ്റ് അച്ചീവ് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഐറ്റം സ്റ്റാർട്ട് ചെയ്യാം. റവന്യൂ, എത്രയാ റവന്യൂ ഫിഗേഴ്സ് തന്നിട്ടുള്ളത്? 14,000 and 18,800 റവന്യൂ നമ്മൾ ചെയ്തു. അടുത്തായിട്ട് ഓരോ ഐറ്റം നോക്കണേ. ഈ റവന്യൂ എന്ന് പറയുന്നത് മുഴുവനും നമുക്ക് കൺട്രോൾ ഉള്ള കാര്യമാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം ഹെഡ് ഓഫീസ് സ്പെസിഫിക്കലി ഇടപെട്ടിട്ട് നമുക്കൊരു റവന്യൂ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല, ശരിയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് ആ രീതിയിൽ അസ്യൂം ചെയ്യാം. റവന്യൂ ഓക്കെ, നമ്മളുടെ ഡിവിഷൻ തന്നെ നേടിയെടുത്തതാണ്. അടുത്ത ഗെയിൻ ഓൺ സെയിൽ ഓഫ് എക്യുപ്മെന്റ്, ഇത് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യണോ വേണ്ടയോ? ഗെയിൻ ഓൺ സെയിൽ ഓഫ് എക്യുപ്മെന്റ് കൺസിഡർ ചെയ്യണോ വേണ്ടയോ? ഓരോ ഐറ്റം ഇതേപോലെ നോക്കണം. കൺസിഡർ ചെയ്യണോ വേണ്ടയോ? ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ബിക്കോസ് ദിസ് എക്യുപ്മെന്റ് സെയിൽ ചെയ്യുക എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതും അത് ചെയ്തതും ഹെഡ് ഓഫീസ് ആണ്. നമ്മൾക്ക് കൺട്രോളിൽ ഇല്ല. ഹെഡ് ഓഫീസ് അങ്ങനെ ഒരു കാര്യം ചെയ്തു, അതിൽ നിന്ന് കിട്ടിയ ലാഭമാണ്, അത് നമ്മൾ നേടിയെടുത്ത ലാഭമാണ്. ഡിവിഷണൽ മാനേജേഴ്സിന്റെ ലാഭമാണെന്ന് പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഓക്കെ, വി ആർ ഇഗ്നോറിംഗ് ദിസ് പെർട്ടിക്കുലർ ഗെയിൻ അല്ലെങ്കിൽ ദിസ് പെർട്ടിക്കുലർ റവന്യൂ. പിന്നെ വന്നത് നമ്മൾ കോസ്റ്റ് ആണ്. കോസ്റ്റ് എത്രയൊക്കെയാന്ന് പറഞ്ഞേ? ഡയറക്ട് ലേബർ കോസ്റ്റ് എത്രയൊക്കെ വന്നു? 2,400 and 3,500. ഇപ്പൊ നമ്മുടെ ഡയറക്ട് ലേബർ 2,400 and 3,500 എന്ന എക്സ്പെൻസ് വന്നു ഡയറക്ട് ലേബർ. ഡയറക്ട് മെറ്റീരിയൽസ് ഇതേപോലെ 4,800 and 6,500 is the direct material cost. അതും കൺട്രോളബിൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പിന്നെ തന്നിട്ടുള്ളത് ഡിവിഷണൽ ഓവർഹെഡ്സ് ആണ്. ഡിവിഷണൽ ഓവർഹെഡ്സിന്റെ എമൗണ്ട് എത്ര എഴുതണം? ഡിവിഷണൽ ഓവർഹെഡ്സ് 3,800 5,200 കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊന്ന് പറയൂ. ഡിവിഷണൽ ഓവർഹെഡ്സ് ആയിട്ടുള്ളത് 3,800 കൺസിഡർ ചെയ്യണോ വേണ്ടയോ? വേണോ മേഘ? വെരി ഗുഡ്, പറഞ്ഞേ. ഒന്ന് കമന്റ് ചെയ്തേ അല്ലെ. ഡിവിഷണൽ ഓവർഹെഡ്സ് ആയിട്ട് തരുന്ന കാര്യങ്ങൾ ഇത് വേറൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഒബ്വിയസ്ലി നമ്മളിപ്പം മെറ്റീരിയലും ലേബറും ഒക്കെ എടുത്തതുപോലെ 3,800 5,200 എഴുതി വെച്ചേനെ. പക്ഷെ ഇവിടെ സ്പെസിഫിക്കലി നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത ഡിവിഷണൽ ഓവർഹെഡ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കമന്റ് വായിച്ചോട്ടെ. ഓക്കെ, എന്താ പറഞ്ഞിട്ടില്ലേ? 3,800 നിന്ന് എന്ത് കുറയ്ക്കണം? 320 460. കാരണം ഇത് ഡിപ്രിസിയേഷൻ ഓൺ അൺകൺട്രോളബിൾ അസറ്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ
അൺകൺട്രോളബിൾ അസെറ്റ്, നമുക്ക് കൺട്രോൾ ഉള്ള അസറ്റിൽ മാത്രമുള്ള ഡിപ്രിസിയേഷനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ അൺകൺട്രോളബിൾ അസറ്റ്സ് ഉള്ള സമയത്ത് വി ഹാവ് ടു റെഡ്യൂസ് ദിസ് പെർട്ടിക്കുലർ എമൗണ്ട്, വിച്ച് ഇസ് 3800 നിന്ന് 320യും 5200 നിന്ന് 460 കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് എഴുതേണ്ടത്. അപ്പൊ എത്രയൊക്കെ വരും? 3800 മൈനസ് 320 divisional overheads, 3800 minus 320 and അടുത്തത് 5200 minus 460, 5200 minus 460. ഇതായിരിക്കണം നമ്മളിവിടെ എഴുതേണ്ട ഫിഗർ. അത് എത്രയൊക്കെയാ നോക്കാം. ഇവിടെ 3480 വന്നു ആൻഡ് ഇവിടെ 5200 അല്ലെ, ഈ ഒരു കോളത്തിൽ 4740 എന്നുള്ളത് വരുന്നു. ഇതാണ് നമ്മളുടെ ഡിവിഷണൽ ഓവർഹെഡ്സ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ അല്ലെ? 3480 ആൻഡ് 4740 ഡിവിഷണൽ ഓവർഹെഡ്സ്. ഇനി കമ്മിങ് ടു നെക്സ്റ്റ് ഐറ്റം. ഇങ്ങനെ ഒന്നുമില്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളൂ ഇങ്ങനെ പ്രോഫിറ്റിലേക്ക് എത്തുക. ഇൻ കേസ് നിങ്ങൾ ഈ ഡിവിഷണൽ ഓവർഹെഡ്സ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്തില്ലെന്നിരിക്കട്ടെ, അവിടെ ഒരു 1/2 മാർക്ക് പോയി, അല്ലെങ്കിൽ 1 മാർക്ക് പോവാം. അത്രേ പോകത്തുള്ളൂ. 6 മാർക്കിൽ നിങ്ങൾ അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റിലെത്തി അസറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ROI കണ്ടെത്തി കഴിഞ്ഞാൽ, ഐ മീൻ കൺട്രോളബിൾ പ്രോഫിറ്റും കൺട്രോളബിൾ ഇൻവെസ്റ്റ്മെന്റും നിങ്ങൾ തെറ്റായ ഫിഗേഴ്സ് വെച്ചിട്ട് ROI കണ്ടെത്തിയാലും നമുക്കൊരു 4 മാർക്കോളം സ്കോർ ചെയ്യാൻ കഴിയും. എന്താണോ ആ മിസ്റ്റേക്സ് അതിനനുസരിച്ച് പെനലൈസ് ചെയ്തുള്ളൂ. അപ്പൊ ഇവിടെ അല്ലെ, ബാക്കിയൊക്കെ നമ്മൾ ഡയറക്ട്ലി അത് എഴുതി വരികയാണ്. ഇവിടെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഡിവിഷണൽ ഓവർഹെഡ്സിൽ. എന്തുകൊണ്ടാണ് നമ്മൾ ഡിവിഷണൽ ഓവർഹെഡ് കൺസിഡർ ചെയ്യാത്ത? ഒന്നുകൂടെ ആലോചിച്ചോ. ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യാത്തത് കൊണ്ടൊന്നുമല്ല, ഡിപ്രിസിയേഷൻ ഒക്കെ കൺസിഡർ ചെയ്തു, പക്ഷെ ഡിവിഷണൽ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞ എഴുതിയ എമൗണ്ടിൽ ഡിപ്രിസിയേഷൻ ഓൺ അൺകൺട്രോൾ, നമ്മളുടെ മാനേജേഴ്സിന്, ഡിവിഷണൽ മാനേജേഴ്സിന് ഒരു കൺട്രോളും ഇല്ലാത്ത അസറ്റിന്റെ ഡിപ്രിസിയേഷൻ പോലും ഡിവിഷണൽ ഓവർഹെഡ്സിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ദാറ്റ് ഇസ് വൈ ഐ എക്സ്ക്ലൂഡഡ് ദോസ് എമൗണ്ട് ഫ്രം ദ കാൽക്കുലേഷൻ. ഓക്കെ. പിന്നെ അടുത്ത ട്രേഡിംഗ് പ്രോഫിറ്റ് ആണ്. ഇതിന്റെ ഒരു നെറ്റ് ഫിഗർ പോലെ എഴുതിയതാണ്. അപ്പൊ നമുക്കത് ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് ചെയ്യണമെന്നില്ല. അടുത്ത ഐറ്റത്തെ നമ്മൾ കൺസിഡർ ചെയ്യാം, എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ്. ഇപ്പൊ ഡിവിഷണൽ ഓവർഹെഡിന്റെ എമൗണ്ട് എഴുതി, അടുത്ത ഒരു ഐറ്റമാണ് എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ്. കൺസിഡർ ചെയ്യണോ വേണ്ടയോ? ഡിവിഷൻ പി എ സംബന്ധിച്ച് ലോസ് 200ഉം ഡിവിഷൻ ഒ എ സംബന്ധിച്ച് എക്സ്ചേഞ്ച് ഗെയിൻ 460യുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യണോ വേണ്ടയോ, എടുക്കണോ വേണ്ടയോ എന്നൊന്ന് പറയണം. എടുക്കണോ വേണ്ടയോ? എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്നുള്ള ഐറ്റം നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ കൺസിഡർ ചെയ്യാം, ഇനി അല്ല എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. എന്ത് നിങ്ങൾ എഴുതിയാലും നമുക്ക് അതിന്റെ മാർക്സ് കിട്ടും, കറക്റ്റ് മാർക്സ് കിട്ടും. അതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്താൽ മതി. ഓക്കെ. ഇപ്പൊ ഇവിടെ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്നുള്ള ഐറ്റം ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഓക്കെ, എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ്, ലെറ്റ് ഇറ്റ് ബി തൽക്കാലം. എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്ന് തന്നിട്ടുള്ള ഫിഗേഴ്സ് എത്രയൊക്കെയായിരുന്നു? 200 ലോസും 460 ഗെയിനും. 200 ലോസ് എന്ന് പറയുമ്പോൾ അല്ലേ, അതൊരു ഓക്കെ, ഇതൊക്കെ എക്സ്പെൻസ് ആയതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ. എക്സ്പെൻസസ് എല്ലാം നോക്കിയേ, ഇവിടെ എക്സ്പെൻസസ് എല്ലാം ഞാൻ പോസിറ്റീവ് ആയിട്ട് എഴുതിയത് അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഗെയിൻ വരുന്ന സമയത്ത് അതൊരു ഇൻകം ആയിട്ട് വരുന്നതാണ്. അതിന് വേണമെങ്കിൽ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആയിട്ട് എഴുതാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തന്നിട്ടുള്ള ഫിഗേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നെഗറ്റീവ് എഴുതുക അല്ലെ. ഇതൊക്കെ കോസ്റ്റ് ആയതുകൊണ്ട് ഇതൊക്കെ നെഗറ്റീവ് എഴുതിക്കും. എനിത്തിങ് ഈസ് ഫൈൻ. അപ്പൊ നമ്മളിവിടെ 460 ഇൻകം ആയതുകൊണ്ട് ഈ ഒരു എക്സ്പെൻസിനെയൊക്കെ കുറയ്ക്കുന്ന ഒരു ഇൻകം എനിക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്നൊരു പോയിന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. ഐ ഹാവ് എ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദാറ്റ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്കുള്ള ജസ്റ്റിഫിക്കേഷൻ ഇതാണ്. ബോത്ത് ഡിവിഷൻ ട്രേഡ് വിത്ത് ഓവർസീസ് കസ്റ്റമേഴ്സ് ചൂസിങ് ടു പ്രൊവൈഡ്. അതായത് ചൂസിങ് ടു പ്രൊവൈഡ് എന്ന് പറയുമ്പോൾ ഡിവിഷൻ ആണ് ചൂസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് എത്ര ദിവസത്തെ ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് ഡിവിഷണൽ മാനേജേഴ്സിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ആ ഡിസിഷൻ ഡിവിഷണൽ മാനേജേഴ്സ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് പറയാൻ കഴിയും, ഓക്കെ, അവർക്ക് കൺട്രോൾ ഉള്ള കാര്യം ആയതുകൊണ്ടല്ലേ ഈ 60 ഡേയ്സ് ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുന്നതിന് പകരം ഒരു 30 ഡേയ്സ് ക്രെഡിറ്റ് പീരീഡ് കൊടുത്തിരുന്നെങ്കിൽ അന്ന് നമ്മൾക്ക് കിട്ടുന്ന റെസീറ്റിന്റെ പുറത്ത് വരുന്ന എക്സ്ചേഞ്ച് റേറ്റ് വുഡ് ബി ഡിഫറെന്റ്. അന്നുണ്ടാവുന്ന ലോസും ഗെയിനും ഡിഫറെന്റ് ആയിരിക്കാം, അല്ലെ? ശരിയല്ലേ?
അപ്പൊ അതേപോലെ 60 ഡേയ്സിന് പകരം 90 ഡേയ്സിന്റെ ക്രെഡിറ്റ് കൊടുക്കണമെങ്കിലും അതും ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചൂസിങ് എന്നൊരു ഒറ്റ വാക്കിന്റെ ബലത്തിലാണ്, ഒരു വാക്ക് കണ്ടതിന്റെ ബലത്തിലാണ് നമ്മൾ ഇതിനെ ഇത് ഡിവിഷണൽ മാനേജേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്തത്. അപ്പൊ നമ്മൾ അത് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകും. ഇതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാതെ ഇരുന്നിട്ട് മുന്നോട്ട് പോകാൻ ഒരു മാർക്കും പോവില്ല. അപ്പം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ എന്തായിരിക്കും പറയാ? ഞാൻ ഇത് കൺസിഡർ ചെയ്യുന്നില്ല, ഞാൻ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്നുള്ളത് മാർക്കറ്റിൽ നടക്കുന്ന കാര്യമല്ലേ, അല്ലെ? ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്ന കാര്യമല്ലേ, നമ്മളുടെ കൺട്രോളുള്ള കാര്യമൊന്നുമല്ലല്ലോ ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്നൊക്കെ പറയുന്ന സാധനം. അത് ഓരോ ഇക്കണോമിയിലെ ഇൻഫ്ലേഷന്റെയും അല്ലെ ഇൻട്രസ്റ്റ് റേറ്റ്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു കാര്യമാണ് ഈ എക്സ്ചേഞ്ച് റേറ്റിന്റെ ചേഞ്ചസ്. നമ്മൾ ഇതൊക്കെ FM വളരെ കാര്യമായിട്ട് പഠിക്കുന്നതാണ്. അതിൽ നമ്മളുടെ ഡിവിഷണൽ മാനേജേഴ്സിന് കൺട്രോൾ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് കൺസിഡർ ചെയ്യുന്നില്ല എന്നൊരു പെർസ്പെക്ടീവിൽ നിങ്ങളത് കൺസിഡർ ചെയ്യത്തില്ലെങ്കിലും കംപ്ലീറ്റ് മാർക്സും കിട്ടും, അര മാർക്ക് പോലും പോവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അടുത്ത ഐറ്റം, എക്സെപ്ഷണൽ കോസ്റ്റ് ഫോർ ഫാക്ടറി ക്ലോസർ എടുക്കണോ വേണ്ടയോ, കൺസിഡർ ചെയ്യണോ വേണ്ടയോ? എക്സെപ്ഷണൽ കോസ്റ്റ് ഫോർ ഫാക്ടറി ക്ലോസർ. എക്സെപ്ഷണൽ കോസ്റ്റ് ഫോർ ഫാക്ടറി ക്ലോസർ നമ്മളെ സംബന്ധിച്ച് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണോ അതോ വേണ്ടയോ? എക്സെപ്ഷണൽ കോസ്റ്റ് ഫോർ ഫാക്ടറി ക്ലോസർ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറി ക്ലോസ് ചെയ്യാം എന്ന ഡിസിഷൻ എടുത്തത് ഡിവിഷണൽ മാനേജർ ആയിരുന്നില്ല, ഹെഡ് ഓഫീസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ അത് കൺസിഡർ ചെയ്യണ്ട. നെക്സ്റ്റ് ഐറ്റം, ഹെഡ് ഓഫീസ് കോസ്റ്റ്, അലോക്കേറ്റഡ് ഹെഡ് ഓഫീസ് കോസ്റ്റ് എടുക്കണോ? ഒന്ന് ആലോചിക്കേ. ഹെഡ് ഓഫീസിന് വന്ന എന്തൊക്കെയോ കോസ്റ്റ് അതിനെ അവർ നേരെ അലോക്കേറ്റ് ചെയ്യാണ് ഈ ഒരു 2 ഡിവിഷനിലേക്ക്. കൺസിഡർ ചെയ്യണോ വേണ്ടയോ? നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഡിവിഷണൽ മാനേജേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമോ ഹെഡ് ഓഫീസിലെ കോസ്റ്റ് ഒക്കെ? ഇല്ല. അതുകൊണ്ട് ഇത് കൺസിഡർ ചെയ്യണ്ട, അല്ലെ? അപ്പൊ ഇതും നമ്മൾ എടുക്കുന്നില്ല. ഇപ്പം ആൻഡ് അതിനുശേഷം നെറ്റ് ഡിവിഷണൽ പ്രോഫിറ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് P&Lലേക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. സോ നമുക്കിപ്പോ ഏകദേശം നമ്മൾക്ക് കൺട്രോളബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ഡിവിഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കൺട്രോളബിൾ ആയിട്ടുള്ള നെറ്റ് ഡിവിഷണൽ പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു പോയിന്റിൽ കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് കോസ്റ്റ് എല്ലാം കൂടി ഒന്ന് ടോട്ടൽ ചെയ്ത് വെക്കാം, ഒരു സബ് ഫിഗർ പോലെ. ഇതെല്ലാം ആഡ് ചെയ്യുന്നതാണ് എന്റെ ടോട്ടൽ കോസ്റ്റ്. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് ഡിവിഷൻ Oയിലെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. സോ ടോട്ടൽ റവന്യൂ മൈനസ് ദിസ് ടോട്ടൽ കോസ്റ്റ്, ഇറ്റ് ഇസ് 3120യും 4520 എന്നുള്ളതാണ് നമ്മൾക്ക് ROI കാൽക്കുലേഷനിൽ നമുക്ക് പറയാൻ കഴിയുന്ന കൺട്രോളബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെ? നമ്മുടെ നെറ്റ് ഡിവിഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ഉള്ള ഐറ്റംസ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3120 ഫോർ ഡിവിഷൻ P ആൻഡ് 4520 ഫോർ ഡിവിഷൻ O. വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾ ഏതെങ്കിലും ഫിഗർ കൺസിഡർ ചെയ്യുകയോ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടിയിരുന്ന ഫിഗർ കൺസിഡർ ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ദീസ് ആൻസേഴ്സ് കുഡ് ചേഞ്ച്. അങ്ങനെ മാറിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, യു ഹാവ് ടു കംപ്ലീറ്റ്. അല്ലാതെ തൊട്ടടുത്ത സ്ക്രീനിലേക്ക് നോക്കിയിട്ട് അവന്റെ അവിടെ വേറെ എന്തോ ഒരു ഫിഗർ കണ്ട, അപ്പൊ എന്റെ തെറ്റിയിട്ടുണ്ട്, ഞാൻ ഇത് കറക്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഡബിൾ ചെക്കിനോ അല്ലെങ്കിൽ റീവർക്കിങ്ങിനോ പോകരുത്. പ്രൊസീഡ് ചെയ്യും. നമ്മൾ ഇതിന് അലോട്ട് ചെയ്യേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞു, നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. കൺട്രോളബിൾ പ്രോഫിറ്റ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അടുത്തത് കൺട്രോളബിൾ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ശരി എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത്, അല്ലെ? അത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് പറയാനുള്ളത്? ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്. ബേസിക്കലി എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അസറ്റുകളിലാണ്, അല്ലെ? അങ്ങനെ ഡിവിഷണൽ മാനേജേഴ്സ് കൺട്രോൾ ഉള്ള അയാളുടെ അസറ്റ് ആണ്, അയാൾ വാങ്ങിയ അസറ്റ് ആണ്, അയാളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അയാൾ വാങ്ങിയ അസറ്റ് ആണ് 15,400 ഫോർ ഡിവിഷൻ P ആൻഡ് 20,700 ഫോർ ഡിവിഷൻ O. അപ്പൊ ഇതെന്തായാലും കൺസിഡർ ചെയ്യണം. 15,400ഉം 20,700ഉം എന്തായാലും നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്ത ഐറ്റം നോക്കിയേ, നോൺ കറന്റ് അസറ്റ്സ് കൺട്രോൾ ബൈ ദ ഹെഡ് ഓഫീസ്. നോൺ കറന്റ് അസറ്റ്സ് കൺട്രോൾ ബൈ ഹെഡ് ഓഫീസ് കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ദിസ് ഷുഡ് നോട്ട് ബി കൺസിഡേർഡ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല, കാരണം ഹെഡ് ഓഫീസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. വിട്ടു. അടുത്ത ഐറ്റം പിന്നെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവർക്ക് എളുപ്പത്തിന് കൺട്രോളബിൾ ഇൻവെസ്റ്റ്മെന്റ് തന്നാൽ പോരെ, അത് ഡയറക്ട്ലി പിക്ക് ചെയ്യാനാണെങ്കിൽ എല്ലാവർക്കും കാര്യങ്ങൾ വളരെ ഈസിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ പിയേഴ്സ് എല്ലാവരും ഇത് വിചാരിക്കും. എല്ലാവർക്കും മാർക്ക് കിട്ടും ROI കാൽക്കുലേഷൻ, അല്ലെ?
ഡിഫറൻസ് ഉണ്ടാവുന്നത് ക്വസ്റ്റ്യൻസ് കോംപ്ലിക്കേറ്റഡ് ആവുമ്പോഴാണ്. എന്താണ് നിങ്ങൾ എന്തിട്ട് ചെയ്തത്? ക്വസ്റ്റ്യൻസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവിടെയാണ് നമുക്ക് ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയുക. ഇവിടെ കൺട്രോളബിൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ കൺട്രോളബിൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഓക്കെ, ടോട്ടൽ അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്, അതായിരുന്നല്ലോ ക്യാപിറ്റൽ എംപ്ലോയ്ഡിന് നമ്മൾ പഠിച്ച ഇക്വേഷൻ, ഓർക്കുന്നുണ്ടോ? അല്ലെ? ടോട്ടൽ അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ നോൺ കറന്റ് അസറ്റും ഇൻവെന്ററി, ട്രേഡ് റിസീവബിൾ പോലെയുള്ള കറന്റ് അസറ്റ്സ് ഇൻവോൾവ് ആണ്. അപ്പൊ ഇതിന്റെ നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇൻവെന്ററി 1800 അതും കൺസിഡർ ചെയ്യാം. ഇൻവെന്ററി 1800 3900. നോൺ കറന്റ് അസറ്റ്സ് കൺട്രോൾ ബൈ ദ ഡിവിഷൻ ആൻഡ് അതിന്റെ കൂടെ ഇൻവെന്ററി ആൻഡ് ദെൻ റിസീവബിൾസ്. ഓക്കെ, ടോട്ടൽ അസറ്റ്സ് ആയി മൈനസ് കറന്റ് ലയബിലിറ്റീസ് ആണ്. ഇവിടെ നമുക്ക് എന്തൊക്കെയോ കറന്റ് ലയബിലിറ്റി ക്വസ്റ്റ്യൻ തരുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കറന്റ് ലയബിലിറ്റീസ് ഓവർ ഡ്രാഫ്റ്റും അതേപോലെ ട്രേഡ് പേബിൾസും ആണ്. ഓവർ ഡ്രാഫ്റ്റും ട്രേഡ് പേബിൾസും. ഓക്കെ, ഇത് രണ്ടും കറന്റ് ലയബിലിറ്റി ആണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. OD ആൻഡ് ട്രേഡ് പേബിൾസ്, അല്ലെങ്കിൽ പേബിൾസ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, സോ ആ ഫിഗേഴ്സ് എത്രയൊക്കെയാണ്? ഡിവിഷൻ പിയുടെ കേസിൽ 15400, ഇൻവെന്ററി 3000, സോറി ഇൻവെന്ററി എത്രയായിരുന്നു? ഇൻവെന്ററി അല്ല, ഇൻവെന്ററി 1800. Receivables it is 6200. Overdraft OD എന്ന് പറയുന്ന കറന്റ് ലയബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ ഇതിനെ വേണമെങ്കിൽ മൈനസ് ആയിട്ട് ചെയ്യാം. ഇനി അതല്ല പ്ലസ് ആയിട്ട് ചെയ്തിട്ട് ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താലും മതി. എന്തും ഓക്കെയാണ്, എങ്ങനെ ചെയ്താലും ഓക്കെയാണ്. ഞാനിപ്പോ ഇവിടെ മൈനസ് ഇട്ടു. ദെൻ ട്രേഡ് പേബിൾസ് മൈനസ് 5100 എന്ന് എഴുതി. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ സം എടുത്താൽ മതി, ഡയറക്റ്റ് സം എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും മൈനസ് ചെയ്തിട്ട് അങ്ങനെ പ്രസന്റ് ചെയ്യാം. സോ 17,800 എന്നുള്ള ഫിഗർ ആണ് ഡിവിഷൻ പിയുടെ കൺട്രോളബിൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അല്ലെങ്കിൽ കൺട്രോളബിൾ അസറ്റ്സ് എന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഫിഗർ വന്നിട്ടുള്ളത്. 17,800 ഫോർ ഡിവിഷൻ പി. ഡു ദ സെയിം ഫോർ ഡിവിഷൻ ഒ ആസ് വെൽ. എത്രയ്ക്കാ? 2700 and 3900. 20,700, 3,900, and then 8,900 again. Receivables 8,900, and OD ഉണ്ടായിരുന്നില്ല, പകരം പേയബിൾസ് ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഇസ് മൈനസ് 7,200. Therefore, the sum is equal to 26,300. എന്താ ലാസ്റ്റ് ഞാൻ ചെയ്ത് കണ്ടോ? പെട്ടെന്ന് ഈക്വൽ ടു വീണ്ടും സം ഓഫ് വെച്ച് ഡ്രാഗ് ചെയ്യുന്നതിന് പകരം ഇവിടെ കൺട്രോൾ C കൺട്രോൾ V അല്ലെ, ഓട്ടോമാറ്റിക്കലി ഇവിടെ ചെയ്ത സെയിം ഫോർമുല തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്തത് അല്ലെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കുറച്ച് സമയം ലാഭിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് കൺട്രോളബിൾ ഇൻവെസ്റ്റ്മെന്റ്. ഇത് കേട്ടോ, കൺട്രോളബിൾസ് എന്ന് തെറ്റിപ്പോയി, ഒരു എസ് അഡീഷണലി ആയിപ്പോയി. ഒരിക്കലും പോയിട്ട് അത് മാറ്റി നിൽക്കണ്ട, അതിനൊന്നും മാറ്റർ ചെയ്യുന്ന സമയം വെറുതെ കളയണ്ട. നമുക്കിവിടെ ഡയറക്റ്റ് ROI കാണാം അല്ലെ, സമയമില്ല. Therefore, ROI is equal to ROI for division is equal to, അതൊക്കെ ഹൈലൈറ്റ് ചെയ്യുക, ഐ മീൻ ബോൾഡ് ആക്കുക കേട്ടോ. കാരണം ROI is equal to controllable profit by controllable investment, which is 17.5%. നമുക്ക് പറയാം 17.5% എന്നുള്ളതും ഇവിടെ 17.1% അല്ലെങ്കിൽ 17.2% എന്ന രീതിയിൽ പറയാം. റൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 18% എന്നും ഇവിടെ 17% എന്നും നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് എഴുതാം. ഓക്കെ, റൗണ്ടിങ്ങിനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് നോക്കാം. റൗണ്ടിങ്ങിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? നത്തിങ്. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ പറഞ്ഞ് എഴുതി നിർത്താം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 6 മാർക്ക് നമുക്ക് കിട്ടി. കാൽക്കുലേഷൻ 6 മാർക്ക് എഗെയിൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ROI അല്ലെ. ഇത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യാമോ? ഇത് ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് സി എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. ROI 18%ഉം 17% ഒക്കെയാണ് കിട്ടിയതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ഇത് എങ്ങനെയാണ് കിട്ടിയത്, എന്തൊക്കെ ഫിഗേഴ്സ് എന്തുകൊണ്ട് കൺസിഡർ ചെയ്തു ഇല്ല എന്നുള്ളത്. റെക്കോർഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഐറ്റംസ്, നമ്മളിപ്പോ പറഞ്ഞ ഏതെങ്കിലും ഐറ്റത്തിൽ നിങ്ങൾക്ക് മേ ബി ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ എടുത്ത്, എന്തായാലും ഇത് കുറച്ച് പഴയതാണെങ്കിൽ പോലും മാക്സിമം നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് എന്തെങ്കിലും ഒരു ഏരിയാസ് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി പറയും ഐ വിൽ റെസ്പോണ്ട് കേട്ടോ. ഓക്കെ, സോ ROI വന്നു അല്ലെ, ROI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തുകൊണ്ട് എക്സാമിനൊക്കെ പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാം. ഓക്കെ, ഇത് പിയുടെയും ഇത് ഒയുടെയും ആണെന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇനി അടുത്ത റിക്വയർമെന്റ്സിലേക്ക് പോകാം സമയം കളയാതെ. Explain why you have included or excluded certain items in calculating ROI for part A, stating any assumptions you have made. ക്വസ്റ്റ്യൻ നോക്കൂ, 8 മാർക്കിന് നമുക്ക് ഫ്രീ തരികയാണ്. അതായത് മുകളിലുള്ള 6 മാർക്ക് നമ്മൾ ROI കാൽക്കുലേഷൻ ശരിയായാൽ ഈ ഒരു ഫിഗർ തന്നെ കിട്ടിയാൽ അല്ല 6 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫിഗർ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എന്നുള്ളത് എടുത്തില്ല, അപ്പൊ നിങ്ങളുടെ കൺട്രോളബിൾ പ്രോഫിറ്റും ഒക്കെ മാറിയല്ലോ. അത് മാറിക്കഴിഞ്ഞാൽ ROI മാറി, അപ്പൊ ആൻസർ മാറിയിട്ടുണ്ടാവും. ഇപ്പൊ എനിക്ക് കിട്ടിയ ആൻസർ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതിനും ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്, എവിഡൻസ് ആണ്. തൊട്ട് അടുത്ത റിക്വയർമെന്റ് നോക്കൂ, നിങ്ങൾ ചില ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ നടത്തിയ എന്തെങ്കിലും അസംഷൻസ് ഉണ്ടെങ്കിൽ അത് സ്പെസിഫിക്കലി സ്റ്റേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെയാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത്, എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ഞാനത് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഇറ്റ് വാസ് ഡിവിഷണൽ മാനേജേഴ്സ് അതോറിറ്റി ടു ചൂസ് ദ നമ്പർ ഓഫ് ക്രെഡിറ്റ് ഡേയ്സ് അലൗഡ് ടു കസ്റ്റമർ. മനസ്സിലാവുന്നുണ്ടോ? അത് എന്റെ ഒരു പാരഗ്രാഫ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം എക്സ്ചേഞ്ച് റേറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് റെഗുലേറ്റഡ് ഇൻ ദ മാർക്കറ്റ്, അല്ലെ, on the basis of inflation rate and interest rate happening in the economy. This is something uncontrollable by the divisional manager and therefore it is being excluded in the above calculation. Done. ആ പാരഗ്രാഫ്. അപ്പൊ ഇങ്ങനെ 8 മാർക്കിന് നമ്മൾക്ക് കഴിയുന്ന നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു 4 പാരഗ്രാഫുകൾ നിങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു ഓൾറെഡി. എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതൊരു സബ് ഹെഡിങ് ആയിട്ട് എഴുതാം കേട്ടോ, എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ്. ഞാൻ ഇവിടെ എഴുതും ഫോർ ദ ROI കാൽക്കുലേഷൻസ് ഐ ഹാവ് എന്ന് എഴുതരുത്, അല്ലെ, ഐ ഹാവ് അല്ലെങ്കിൽ വി ഹാവ് എന്നുള്ള രീതിയിലല്ല എഴുതേണ്ടത്, കമ്പനിയുടെ പേര് എഴുതി വെച്ചോളൂ. അന്നേരം ലെൻസ് കമ്പനി ഹാവ് കൺസിഡേർഡ് എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസസ്, അല്ലെങ്കിൽ ലെൻസ് കമ്പനി എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് കൺസിഡർ ചെയ്തതിന്റെ റീസൺ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കാര്യം, ഈ ഒരു കാര്യം എഴുതി. അടുത്തത് ROI കാൽക്കുലേഷനിൽ ഹെഡ് ഓഫീസിന്റെ കൺട്രോളിലുള്ള നോൺ കറന്റ് അസറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? നോ, അല്ലെ. ലെൻസ് കമ്പനി ഹാവിന്റ് ഇൻക്ലൂഡഡ് this particular amount in calculating controllable investment or controllable capital employed because these assets are being controlled by the head office. Divisional manager have no specific authority with these assets. Therefore, these amounts are excluded from the calculation of ROI. This remains the second paragraph. ഓക്കെ, ഒന്ന് റെക്കോർഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതൊന്നും കൂടെ കേൾക്കണമെങ്കിൽ ഒന്ന് 0.5x ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു 0.75x ഇട്ടിട്ടോ ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ ആ ഒരു തിയറി. നിങ്ങളിപ്പോ എന്നിട്ട് അതിന്റെ കൂടെ നിങ്ങൾ എഴുതി തന്നെ പോകും. ഓക്കെ, അപ്പൊ 2 പാരഗ്രാഫ് നമുക്ക് ആൻസർ ചെയ്യും. ഇനി വേറെ എന്തൊക്കെ കാര്യം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തേ? യെസ്, ഗെയിൻ ഓൺ സെയിൽ ഓഫ് എക്യുപ്മെന്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. ദിസ് ഗെയിൻ ഓഫ് 400,000 on sale of some equipment, അല്ലെ, Lens company haven't added this particular revenue for the calculation of ROI because the decision to sell this equipment was taken by head office and it was not the responsibility, or this doesn't come under the authority of divisional manager. Therefore, it is being excluded from the calculation of ROI. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു മിനിമം ഒരു 5-6 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. ഇത് ഇൻക്ലൂഡ് ചെയ്തു കാരണം ഇത് ഡിവിഷണൽ മാനേജറുടെ കൺട്രോളിൽ ഉള്ള കാര്യമാണ്. ഇത് എക്സ്ക്ലൂഡ് ചെയ്തു, ഇത് അയാളുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യമാണ്. ബേസിക്കലി ഇതാണ് എഴുതേണ്ടത്. പ്ലസ് എന്തെങ്കിലും സം കൈൻഡ് ഓഫ് അഡീഷൻ ഫോർ ദ സിനാരിയോ നമ്മളിപ്പോ ചെയ്ത പോലെ. ഇത് ഇങ്ങനെ എഴുതി പോയാൽ മതി. വേറെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു എക്സെപ്ഷണൽ കോസ്റ്റ് ഓഫ് ഫാക്ടറി ക്ലോസർ. Exceptional cost of factory closure have been excluded. Why? എന്തുകൊണ്ടാ എക്സ്ക്ലൂഡ് ചെയ്തത്? എന്തുകൊണ്ടാ? Again, the closure decision was taken by head office and this was not a decision took by divisional manager. This was something which doesn't come under the authority of divisional manager. Therefore, it is being excluded for the ROI calculation. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം. Depreciation of uncontrollable assets. Depreciation of uncontrollable assets owned by head office.
this was included in the divisional overhead, but we excluded from the calculation of ROI because this depreciation is on uncontrollable assets and these assets are controlled by head office. Or when it comes to divisional manager's responsibility, these assets are uncontrollable by them. Therefore, the depreciation amount is not being included in the calculation. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. 8 മാർക്ക് ഫുള്ളി കിട്ടും കേട്ടോ. മേക്ക് ഇറ്റ് ഇൻ ടു പാരഗ്രാഫ്. ഇവിടെ ഞാനൊരു സബ് ഹെഡിങ്സ് മാത്രം എഴുതിയത്. യു ഹാവ് ടു ഇലാബറേറ്റ് ദിസ് ഇൻ ടു സ്മോൾ പാരഗ്രാഫ് ബൈ സ്റ്റേറ്റിംഗ് ദ വേർഡ്സ് ദാറ്റ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത വാക്കുകളുണ്ടല്ലോ അല്ലെ, അത് നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ ആക്കി എഴുതിയാൽ മതി. ഓക്കെ, 5 പോയിന്റോളം പറഞ്ഞു. നമുക്കൊരു 4 5 മാക്സിമം 5 പാരഗ്രാഫ് മതി, ധാരാളമാണ്. 8 മാർക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും 4 പാരഗ്രാഫ്സ് മതി. ഇനി ഇൻ കേസ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് വീക്ക് ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഗോ ഫോർ 1 more പാരഗ്രാഫ്, ദാറ്റ്സ് ഇറ്റ്. ഇവിടെ ഈ പോയിന്റ്സ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഇനിയും ഇവിടെ എഴുതാൻ കഴിയുന്ന പോയിന്റുകളുണ്ട്. നിങ്ങൾ പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇൻക്ലൂഡ് ചെയ്ത് എക്സ്ക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ എഴുതാനാണ്. വേറെ എന്താ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്? നമ്മൾ ഇൻവെന്ററീസും റിസീവബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യം കറന്റ് അസറ്റ്സ് എന്ന് പറയുന്നതും ഇവർ ഡിവിഷണൽ മാനേജേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തത് അല്ലെ. അപ്പൊ അതൊക്കെ എഴുതി വെക്കാവുന്ന കാര്യങ്ങളാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്ന 8 മാർക്കായിരുന്നു. സോ 8 ആറും 14 മാർക്കിന്റെ ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ബ്രീഫ്ലി ഡിസ്കസ് വെദർ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു ട്രീറ്റ് ഈച്ച് ഓഫ് ദ ഡിവിഷൻ ഓഫ് ലെൻസ് കമ്പനി ആസ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ. ലെൻസ് കമ്പനിയുടെ 2 ഡിവിഷനുകൾ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആണെന്ന് ചോദ്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിസ്കഷൻ എലമെന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഡിസ്കസ് ചെയ്യാനാ പറയാം. വെൻ ദ ടേം പ്രസന്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇസ് ഡിസ്കസ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു ഹാവ് ടു പ്രസന്റ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. നിങ്ങൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അഡ്വാൻറ്റേജ് പോലെ പറയാനാണെങ്കിൽ ഈ സിനാരിയോയില് ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു ട്രീറ്റ് ഈച്ച് ഓഫ് ദ ഡിവിഷൻസ് ഓഫ് ലെൻസ് കമ്പനി, ദാറ്റ് ഇസ് ഡിവിഷൻ പി ആൻഡ് ഡിവിഷൻ ഒ ആസ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്നുള്ള ഒരു പാരഗ്രാഫും it doesn't seem appropriate to treat these centers, these divisions as investment centers എന്നുള്ള ഒരു പാരഗ്രാഫും 2 പാരഗ്രാഫ് നമുക്ക് പറയാം അല്ല. അപ്പോഴാണ് ഡിസ്കഷൻ ആവുക അല്ലെ. 2 പെർസ്പെക്ടീവ് വരുമ്പോഴാണ് അതൊരു ഡിസ്കഷൻ ആവുക. ഒരു പെർസ്പെക്ടീവ് മാത്രമാണെങ്കിൽ അതൊരു കമാൻഡ്, എല്ലാവരും കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്, കൺക്ലൂഷൻ ആണ്. ഡിസ്കസ് എന്ന് പറയുമ്പോൾ ഓക്കെ ദിസ് ഇസ് മൈ പോയിന്റ്, there should come another point, റൈറ്റ്. അപ്പോ ഇവിടെ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു ട്രീറ്റ് ഡിവിഷൻ പി ആൻഡ് ഒ ആസ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ സിൻസ് ദ ഡിവിഷണൽ മാനേജർ ഇസ് ഹാവിംഗ് അതോറിറ്റി, കംപ്ലീറ്റ് കൺട്രോൾ ഓവർ റവന്യൂസിന്റെ പുറത്തും കോസ്റ്റിന്റെ പുറത്തും അതേപോലെ പ്രോഫിറ്റ്സിന്റെ പുറത്തും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാനുള്ള അതോറിറ്റിയും ഉള്ളത് കൊണ്ട് ഡിവിഷൻ പി ആൻഡ് ഒ ക്യാൻ ബി കൺസിഡർഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ. ബട്ട് ഹൗഎവർ, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഡിസ്കസ് എന്ന് പറയുമ്പോൾ അടുത്ത പാരഗ്രാഫ് തുടങ്ങാനുള്ള ബെസ്റ്റ് വേർഡ് ഇതാണ്, ഹൗഎവർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തേ നിങ്ങൾ. ഹൗഎവർ ഇവിടെ 15,000 എമൗണ്ടിന് മുകളിലുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യണമെങ്കിൽ ഉടനെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് അപ്രൂവൽ എടുക്കണം. ഹലോ, ഞാനൊരു പേയ്മെന്റ് ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്ന് അപ്രൂവ് ചെയ്യണേ, അത് ഓക്കെ അല്ലേ അത് എന്ന് പറഞ്ഞ് ഹെഡ് ഓഫീസിനോട് ഓരോ സമയത്തും ഒരു അപ്രൂവൽ എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് അധികാരമാണുള്ളത് അല്ലെ. നമുക്ക് ഒരു റൈറ്റും ഇല്ലല്ലോ, നമുക്ക് ഒരു അതോറിറ്റി ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ബേസിക്കലി എനിക്ക് അതോറിറ്റി ഉള്ളത് എന്റെ റവന്യൂസിലും കോസ്റ്റിലും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രോഫിറ്റ് സെന്ററിൽ എങ്ങനെയാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആവുക? 15,000 വരെ ശരിയാണ്, ഓക്കെ. 15,000 എന്ന് പറയുന്ന എമൗണ്ട് എന്താ ചെറിയ എമൗണ്ട് ആണോ? ചെറിയ എമൗണ്ട് ആണോ? ഇനി അതിനെപ്പറ്റി ഇതിലൊരു ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മളുടേതായ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. 2 മാർക്കേ ഉള്ളൂ, പെട്ടെന്ന് തീരുന്ന കാര്യമാണ്. സോ ഇറ്റ് ഇസ് അപ്രോപ്രിയേറ്റ് ടു ട്രീറ്റ് division O and P, അല്ലെങ്കിൽ division P and O can be considered as investment centers on this particular perspective. Which perspective? These divisional managers have the control over revenues, cost, and they can even make investment as well. However, about the investment they can only make investment up to an amount of 15,000. Okay. For an amount above 15,000, they have to take approval from the head office. So we can say that they are not having complete control over the investment.
complete control over capital expenditure. So it is not appropriate to treat division P and O as investment centers എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കാരണം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ കൺക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ റവന്യൂ ഫിഗേഴ്സ് ഒക്കെ നോക്കിയേ. നമ്മളുടെ റവന്യൂ ഫിഗേഴ്സ് എന്നൊക്കെ പറയുന്നത് 14,000 അല്ല, 14 million ആണ്. 14,000 പിന്നെ ഒരു 3 zeros കൂടെ വരുന്നില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു കുറച്ചും കൂടെ ഒരു ഒത്തന്റിക് സ്റ്റേറ്റ്മെന്റ് പറയാനാണെങ്കിൽ, നിങ്ങൾ ആൻസറിലൊന്നും ഇങ്ങനെ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം എക്സാമിനറെ കൺവിൻസ് ചെയ്യാൻ, അല്ലെ? നമ്മളിപ്പോ കറന്റ് 15,000 എന്ന് പറയുന്ന ഫിഗർ നമ്മളുടെ റവന്യൂ വെച്ച് നോക്കുന്ന സമയത്ത്, നമ്മുടെ റവന്യൂ എത്രയാ? 14,000 അല്ല, 14 millions ആണ്. ഓഹോ, റവന്യൂ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് നോക്കിയേ, ഇത് എത്ര പെർസെന്റേജ്? ഇത് 0.1% ആണ്, അല്ലെ? 0.01% ആണ്. അപ്പം 1% പോലും ഇല്ലാത്തൊരു ഫിഗറാണ്. നമ്മളുടെ മൊത്തം റവന്യൂവിന്റെ 1% പോലും ഇല്ല ഈ 15,000 എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇത്രയും ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആയിട്ട്, ഇത്രയും സിഗ്നിഫിക്കൻസ് ഒക്കെ കുറഞ്ഞ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഫിഗർ ആയിട്ട് പോലും അതിന്റെ മുകളിൽ ഒരു എക്സ്പെൻസ് നടത്തണമെങ്കിൽ ഞാൻ ഹെഡ് ഓഫീസിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ, ബേസിക്കലി ഞാൻ എന്ത് എക്സ്പെൻസ് നടത്തി കഴിഞ്ഞാലും ഹെഡ് ഓഫീസിനെ വിളിക്കേണ്ട ഒരു അവസ്ഥ വരില്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് വിളിക്കാൻ കഴിയുക? ഇതായിരുന്നു അവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആ ഒരു എലമെന്റ്. ഓക്കെ, ഇപ്പൊ ഡിസ്കസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആണല്ലോ, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചതല്ലേ, ഡിവിഷൻ പി ഒ ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആണെന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇവരൊരു ഡിസ്കസ് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതിനെ ചോദ്യം ചോദിക്കുക. നിങ്ങളൊരു സ്കെപ്റ്റിക്കൽ മൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റിൽ പഠിക്കുന്നതാണ്, AA പേപ്പറിൽ. സ്കെപ്റ്റിക്കൽ ആയിട്ട് വേണം അത് പറയാൻ. ബ്രീഫ്ലി ഡിസ്കസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആണ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആവുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓർ നേരെ തിരിച്ചു, ഇത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ഒന്നും അല്ല, പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് ഒരു അതോറിറ്റി ഉണ്ടല്ലോ, ഇൻവെസ്റ്റ്മെന്റ് ഒരു റൈറ്റ് ഉള്ളതുകൊണ്ട്. അപ്പം എന്ത് എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല, രണ്ട് പെർസ്പെക്റ്റീവും നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു 2 marks ഏൺ ചെയ്യാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് കേസ്, ഡിസ്കസ് ദ പ്രോബ്ലംസ് ഇൻവോൾവ് ഇൻ യൂസിങ് ROI ടു മെഷർ മാനേജേഴ്സ് പെർഫോമൻസ്. മാനേജറുടെ പെർഫോമൻസ് ROI ഉപയോഗിച്ച് പെർഫോമൻസ് മെഷർമെന്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ, വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയാം. അത് ബേസിക്കലി ROIയുടെ ഡിസഡ്വാൻറ്റേജസ് എഴുതി വെച്ചാൽ മതി. 2 പോയിന്റുകൾ എഴുതി വെച്ചാൽ മതി. 4 മാർക്സിന്റെ ക്വസ്റ്റ്യനാ. ROIയുടെ പ്രശ്നം എന്തൊക്കെയായിരുന്നു? ഈ ROI കാൽക്കുലേഷനില്, അല്ലെ, ROI കാൽക്കുലേഷനിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എഴുതാം. എങ്കിലും പെട്ടെന്ന് പറയാനാണെങ്കിൽ ROI കാൽക്കുലേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന 2 ഐറ്റം പ്രോഫിറ്റ് ടു ഇൻവെസ്റ്റ്മെന്റും ആണ്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന സംഗതി വളരെ എളുപ്പത്തിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമുക്ക് 17%, ഇവർക്ക് 18% എന്ന് പറയുമ്പോൾ, ഓഹോ, നമുക്കിത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തത്, നമുക്ക് ഈ പ്രോഫിറ്റ് വളരെ എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. നമ്മളൊരു ക്രെഡിറ്റ് സെയിൽ നടത്തി അതിന്റെ ക്യാഷ് ഒക്കെ വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വെറുതെ റവന്യൂ ഫിഗേഴ്സ് കൂട്ടിയാൽ മതി. ഇങ്ങനെ റവന്യൂ ഫിഗേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിനനുസരിച്ച് എന്തായി? പ്രോഫിറ്റ് മാറി, അല്ലെ? ഇതൊക്കെ സംഭവിക്കാം. വളരെ ഈസിലി നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് മാറിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ROI കൂടും, പ്രോഫിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ, റൈറ്റ്? അപ്പൊ വെരി ഈസി ഫോർ മാനിപ്പുലേഷൻ. അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പക്ഷെ അത് അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലും എക്സാമിനർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ക്വസ്റ്റ്യൻ സിനാരിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, RI കുറച്ചും കൂടെ ബെറ്റർ മെത്തേഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ RI എങ്ങനെ ബെറ്റർ ആവുന്നു എന്നുള്ള കാര്യം വെച്ചിട്ട് ROIയുടെ ഡിസഡ്വാൻറ്റേജ് പറയുന്നതായിരിക്കും കൂടുതൽ റെലവെന്റ്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ കൺട്രോൾ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഐറ്റം, RIയുടെ കാൽക്കുലേഷനും ROIയുടെ കാൽക്കുലേഷനും നമ്മൾ കൺട്രോൾ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ വളരെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്, അത് RIയുടെയും ഡിസഡ്വാൻറ്റേജ് ആണ്, ROIയുടെയും ഡിസഡ്വാൻറ്റേജ് ആണ്. അത് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും, പക്ഷെ 1 മാർക്ക് കിട്ടത്തുള്ളൂ. 2 മാർക്സ് എന്നിലേക്ക് അത് ക്വാളിഫൈ ചെയ്യുന്നില്ലാത്ത പോയിന്റാ. വളരെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാമെന്നുള്ളൊരു പോയിന്റ്. അവിടെ നമുക്ക് 2 മാർക്സ് കംപ്ലീറ്റ്ലി കിട്ടണമെങ്കിൽ ROIക്ക് മാത്രമുള്ള ഡിസഡ്വാൻറ്റേജ്, RIക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള ഫിഗേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ROIയുടെ കേസിൽ നമ്മൾക്കറിയാം, ROIയുടെ ഒരു പെർസെന്റേജ് ബേസിസിലാണ് ഇവർ മെഷർമെന്റ് വരുന്നത്, അല്ലെ? പെർസെന്റേജ് ബേസിസിൽ നമ്മളൊരു ടീ ഷോപ്പ് ഇട്ടിട്ട് 18% റിട്ടേൺ കിട്ടുന്നതും, അതേപോലെ ഒരു ചെറിയൊരു ടീ ഷോപ്പും വലിയൊരു പ്രീമിയം കഫേയും ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവരുടെ 2 പേർക്കും ROI കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരാളുടെ 15% ആണെന്നും മറ്റൊരാളുടെ 18% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൽ ആരാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, കഫയാണ് അടിപൊളി അല്ലെങ്കിൽ ഈ പറഞ്ഞ ടീ ഷോപ്പാണ് അടിപൊളി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ വളരെ ഈസി ആയിട്ട് കമ്പാരിസൺ പോസിബിൾ ആകും. കമ്പാരിസൺ വളരെ ഈസിലി പോസിബിൾ ആകും. പക്ഷെ കമ്പാരിസണേക്കാളും അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ റെസിജ്വൽ ഇൻകം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദ ഫൈനൽ എമൗണ്ട് ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഈസ് ഓൺ ആബ്സൊല്യൂട്ട് ടേംസ്, ഫിഗേഴ്സ് ആണ് കിട്ടുക. അപ്പൊ എക്സാക്ട്ലി ഒരു ഷെയർ ഹോൾഡർക്ക് എത്രത്തോളം അഡീഷണൽ റിട്ടേൺ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മുടെ പ്രോഫിറ്റ് ഇത് കാരണം എത്രത്തോളം കൂട്ടുന്നുണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് കാരണം, ദാറ്റ് ഈസ് റെസിജ്വൽ ഇൻകം. അങ്ങനെ ഒരു അബ്സൊല്യൂട്ട് മെഷർമെന്റ് കിട്ടുന്നത് RI മാത്രമാണ്. ROI അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല. വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയാനാണെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ ഇപ്പം ഈ ഡിവിഷൻ പിയുടെ കേസ് നോക്കാം. ഡിവിഷൻ പിയുടെ കേസിൽ 18% ആണ് അവരുടെ ROI. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു ROIയുടെ അടിസ്ഥാനത്തിൽ ബോണസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവരെ ഓൾറെഡി ഓക്കെ, ഞാൻ 18% ഏൺ ചെയ്യുന്നുണ്ട്, അപ്പൊ അത്യാവശ്യം നല്ലൊരു ROI ആണത്, അതുകൊണ്ട് ബോണസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുക. ഇവരുടെ മുന്നിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വരികയാണ്. നിങ്ങൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പോട്ടെ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, 1 lakh ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15,000 നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. ഇത് കൺട്രോളബിൾ പ്രോഫിറ്റ് ആയിട്ടും ഇത് കൺട്രോളബിൾ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വിചാരിച്ചേ. നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും മാത്രം നമുക്ക് 15,000 കിട്ടും. അതായത് ഇതിന്റെ ROI എന്ന് പറയുന്നത് എത്രയാ? 15%. ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മുന്നിലുണ്ടെങ്കിൽ ഹെഡ് ഓഫീസ് ചിലപ്പോൾ ഒരു പോളിസി വെച്ചിട്ടുണ്ടാവും, 15% ഒക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ ഗുഡ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ധൈര്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊരു ഡിസിഷൻ നമ്മൾ ഒരിക്കലും എടുക്കില്ല. നമ്മൾ ആസ് എ ഡിവിഷണൽ മാനേജർ ഓഫ് ഡിവിഷൻ പി വി വിൽ നെവർ ഇൻവെസ്റ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ പ്രോജക്ട്. എന്തുകൊണ്ടാ? ശരിയാണ്, ഹെഡ് ഓഫീസിന്റെ പോളിസി ഒക്കെ ഉണ്ട്, 15% ആണെങ്കിൽ നല്ലതാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത്. പക്ഷെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഏൺ ചെയ്യുന്ന ROI 18%. ഇത് കുറയുകയാണ് ചെയ്യുക, അല്ലെ? 18% ROI എന്നുള്ളതും ഈ 15% ROIന്റെ ഇൻവെസ്റ്റ്മെന്റും കൂടെ വരുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഒരു വെയിറ്റഡ് ആവറേജ് ആയിട്ട് ഇത് ചിലപ്പോൾ ഒരു 17% അല്ലെങ്കിൽ ഒരു 16.5% എന്ന രീതിയിലൊക്കെ കറന്റ് ROIയെക്കാളും കുറയുകയായിരിക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന് ശേഷം കമ്പനിയുടെ ROI. മനസ്സിലാവുന്നുണ്ടോ? ഇത് ROI എന്ന ഒരു മെത്തേഡിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റുകളോട് പോലും ചിലപ്പോൾ നമുക്ക് നോ എന്ന് പറയേണ്ടി വരും. ഇത് മാത്രം മതി ശരിക്കും 4 മാർക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രം പോയിന്റ് ഉണ്ട് ഈ ഒരു സ്റ്റോറി. ബട്ട് സ്റ്റിൽ നമുക്കിത് 2 മാർക്സിലേക്ക് കൺഫൈൻ ചെയ്തിട്ട് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ എന്താ പറയാ, വാട്ട് വിൽ വി എക്സ്പ്ലെയിൻ ഹിയർ? ആദ്യത്തെ കാര്യം നമ്മൾ മാനിപ്പുലേഷന്റെ കേസ് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. സെക്കൻഡ് കേസിൽ നമുക്ക് പറയാവുന്ന സെക്കൻഡ് കേസിൽ നമ്മൾ അബ്സൊല്യൂട്ട് ഫിഗേഴ്സിലാണ് ഇത്, അല്ലെ? RIയുടെ കേസിൽ നോക്കൂ. RI പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15,000ന്റെ റെസിജ്വൽ ഇൻകം കിട്ടുമെന്നാണ് വിചാരിച്ചു. റെസിജ്വൽ ഇൻകം 15,000 കിട്ടുമെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. എനിക്ക് കിട്ടുന്ന ബോണസ് ഒക്കെ RIയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ എന്റെ RI കൂടത്തേ ഉള്ളൂ. RI കുറയുന്നില്ലല്ലോ, RI കൂടത്തല്ലേ ഉള്ളൂ. കൂടുതൽ ഇൻകം വരികയാണ് കമ്പനിയെ സംബന്ധിച്ച്, ഡിവിഷനെ സംബന്ധിച്ച്. അപ്പൊ റെസിജ്വൽ ഇൻകം കൂടത്തേ ഉള്ളൂ, ബോണസ് കൂടത്തേ ഉള്ളൂ. പക്ഷെ ROIയുടെ കേസിൽ മാനേജേഴ്സ് ആർ ഓൺലി റെഡി ടു മേക്ക് ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റ് സ്പെസിഫിക് ROI ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ഡിവിഷൻ ROI. ഡിവിഷൻ ഇപ്പോൾ ഏൺ ചെയ്യുന്ന ROIയെക്കാളും കൂടുതൽ ROI ഇവർ തരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവത്തുള്ളൂ. അത് ചിലപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസിനോട് നമ്മൾ നോ പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ് 4 മാർക്സിൽ. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സിനാരിയോ ആയിട്ടൊന്നും ലിങ്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ബ്രീഫ് ഔട്ട് ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ROI. ആ ഒരു തിയറി നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് അതേപോലെ എഴുതി വെച്ചാൽ കിട്ടും 2-3 മാർക്സ്. ഫുൾ 4 അല്ലെങ്കിലും 2-3 മാർക്സ് കിട്ടും, മതി. അപ്പൊ ആക്ച്വലി വളരെ ഈസിലി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നത്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ 20ൽ നിങ്ങൾ ഒരു 17 or 16 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റണം. കാരണം അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ നിങ്ങൾ കാൽക്കുലേഷൻ പാർട്ടിൽ പോലും നിങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾക്ക് പോലും ഇവിടെ മാർക്ക് തരുന്നുണ്ട് അവര്. ആ ഒരു സ്റ്റെപ്പ് എഴുതാനുള്ള ധൈര്യം കാണിച്ച മാർക്ക് തരുന്നുണ്ട് ഇവിടെ, അല്ലെ? ഇതൊക്കെ എന്ത് ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു, എന്തുകൊണ്ട് എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ളത് പറഞ്ഞാൽ മതി. ഇത് മാത്രമായിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചൊരു നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സിനാരിയോ. 2 മാർക്സേ പോകത്തുള്ളൂ. ആൻഡ് ഇവിടത്തെ ഒരു എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ഒരു 1 മാർക്ക് പോയേക്കാം.
പ്രൊവൈഡഡ് നിങ്ങൾ തിയറി നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ 1 മാർക്ക് പോയി, ഇവിടെ ഒരു 1 മാർക്ക് പോയി, ഇവിടെ ഒരു 2 മാർക്സ് പോയി, ഇവിടെ ഒരു 2 മാർക്സ് പോയി. മാക്സിമം ഇത്രേ പോകത്തുള്ളൂ, 6 മാർക്കേ പോകത്തുള്ളൂ മാക്സിമം. ഒരു ആവറേജ് സ്റ്റുഡന്റ്, അതായത് ജസ്റ്റ് ഒന്ന് പഠിച്ച് മാത്രം ROA പറ്റി ഒരു ബേസിക് ഐഡിയ മാത്രമുള്ള ഒരാൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത്ര മാർക്സേ പോകത്തുള്ളൂ. ഓക്കെ, നമുക്കിനി ഈ ഒരു സെക്ഷൻ ഇയിൽ തന്നെ ROA ബേസ് ചെയ്തിട്ടുള്ള വേറെയും കുറെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. സ്പോർട്സ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും ROA നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോകും. കാരണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഡിവിഷണൽ പെർഫോമൻസ് മെഷർമെന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോകും. ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ ചെയ്താൽ ഇറ്റ് വുഡ് ബി ഗുഡ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് അത്യാവശ്യം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടു. ഇനി നിങ്ങൾ സ്വന്തം ഒന്ന് ട്രൈ ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ടാവട്ടെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്പോർട്സ് കമ്പനി എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഒരു വർക്ക് ആയിട്ട് ചെയ്തോളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഗൈസ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് മാരത്തൺ സെഷൻ, ദ തേർഡ് ഡേ ഓഫ് ദ സെഷൻ. നമ്മൾ എക്സാം ടെക്നിക്സ് ഡിസ്കസ് ചെയ്തു, അതേപോലെ പെർഫോമൻസ് മെഷർമെന്റ് ഏരിയ ഡിസ്കസ് ചെയ്തു. വീണ്ടും ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, പെർഫോമൻസ് മെഷർമെന്റ് ഇസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് ഏരിയാസ്. ടൈം ലിമിറ്റേഷൻസ് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരു ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്തുള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി ഐ വിൽ ബി റിലീസിംഗ് ദാറ്റ് സൂപ്പർ 20 ക്വസ്റ്റ്യൻസ് ഇൻ എ വീക്ക്. ആൻഡ് അതിൽ ഒരു 10 ക്വസ്റ്റ്യനോളം എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട പെർഫോമൻസ് മെഷർമെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്തായാലും ആ ഒരു 20 ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. പെർഫോമൻസ് മെഷർമെന്റ് മാത്രമല്ല, ബാക്കി ഏരിയാസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യൂ. അപ്പാർട്ട് ഫ്രം ദിസ് 3-day മാരത്തൺ സെഷൻ നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ കഴിയാത്ത ഏരിയാസ് ഉണ്ടല്ലോ, ഏതാ സെക്ഷൻ A and B, ടാർഗറ്റ് ലൈഫ് സൈക്കിൾ, അതൊക്കെ MCQ ആയിട്ടും MTQs ആയിട്ടേ ചോദിക്കത്തുള്ളൂ. നല്ല രീതിയിൽ നിങ്ങൾ കപ്ലാൻ റിവിഷൻ കിട്ടും, BPP റിവിഷൻ കിട്ടില്ല, MCQ MTQs നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് മതി, അത് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, സോ ഗൈസ്, ഗുഡ് ലക്ക് ഫോർ ദി എക്സാംസ്. താങ്ക്സ് ഫോർ ജോയിനിങ് ഓൾ ദീസ് 3 days. നിങ്ങൾ നല്ലൊരു എനർജി ഒക്കെ തന്ന് കമന്റ് ഒക്കെ ചെയ്ത് കൂടെ തന്നെ തന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എല്ലാവരും നല്ല മാർക്സോടെ എക്സാം പാസ് ആവട്ടെ. ഓക്കെ, നമ്മുടെ എക്സാം വരുന്ന ഡേറ്റ് March 6 or 7 അല്ലേ? March 6 ആണെന്ന് തോന്നുന്നു അല്ലെ? നന്നായിട്ട് എക്സാം ചെയ്യൂ, അടിപൊളിയായിട്ട് പാസ് ആവട്ടെ, നല്ല മാർക്സോടെ. എക്സാമിന് ചെയ്യേണ്ട ബാക്കി കാര്യങ്ങൾ, ഡോക്കറ്റ് കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. വീണ്ടും ഞാൻ പറയാണ്, ഇനിയും 2 weeks എക്സാമിലേക്കുണ്ട്. എക്സാക്ട് 2 weeks ഇനിയും എക്സാമിലേക്കുണ്ട്, മനസ്സിലാക്കുക. നല്ലൊരു നമ്പർ ഓഫ് ഡേയ്സ് ആണത്. നന്നായിട്ട് നമുക്ക് എക്സാം ചെയ്യാൻ ഇനിയും ധാരാളം ദിവസങ്ങളുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാര്യം, ഐ ലിറ്ററലി ടുക്ക് 10 days ഫോർ മൈ PM പ്രിപ്പറേഷൻസ്. അതിനുള്ള സമയമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആ 10 days പക്ഷെ പഠിച്ച നമ്പർ ഓഫ് അവേഴ്സ് എന്ന് പറയുന്നത് മേ ബി ഒരു 12 hours എന്നത് ഏറ്റവും മിനിമം ആണ്. അതിലും കൂടുതൽ മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, എക്സാം ആണ്, 2 weeks ഉള്ളൂ, 10 ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. അത് വെച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ചു. അപ്പം അങ്ങനെ ഒരു ടൈം ടേബിളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇപ്പോഴും ഇല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അങ്ങനെ ഒരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ പഠിക്കൂ. നല്ല മാർക്കോടെ എല്ലാവരും പാസ്സാവട്ടെ. നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ ലൈക്ക് റിയലി സൂപ്പർ ഹൈ. PM പേപ്പറിന് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70s മുകളിലേക്ക് തന്നെ വരുന്ന സമയത്ത് റാങ്ക് ആണ്. നിങ്ങൾ ഒരു 75 ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈ ചാൻസസ് ആണ് റാങ്കിനുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും റാങ്ക് ഒക്കെ അടിച്ച് നല്ല മാർക്കോടെ പാസ്സാവട്ടെ. ഇനി റാങ്ക് ഒന്നും ഇല്ലെങ്കിലും 50 എന്നുള്ളത് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ ഒരു 3 ദിവസം കൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. Follow the rules, follow the techniques, that's it. So guys, again, bye. Thanks for joining the session. നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കാണാം. Thank you. Bye.